ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ എനിക്ക് സത്യം പറഞ്ഞാൽ പനി പിടിച്ച് വയ്യ. എൻ്റെ മുഖം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ തൊണ്ടയിൽ സൗണ്ട് ഇല്ല എങ്കിൽ പോലും ഞാൻ എൻ്റെ മാക്സിമം ഊർജം വെച്ചിട്ട് ആണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ അക്ബറിൻ്റെ വിഷയം പറഞ്ഞപ്പോഴത്തേക്കും ഐ സോ എ ലോട്ട് ഓഫ് റിയാക്ഷൻ. അതിൽ നല്ല റിയാക്ഷൻ ഉണ്ട്, മോശപ്പെട്ട റിയാക്ഷൻ ഉണ്ട്, ക്രിറ്റിസിസം ഉണ്ട്, പിന്നെ കുറ്റം പറയുന്നതുകൊണ്ട് എല്ലാം ചേർന്നിട്ടൊരു മിക്സ് ഉണ്ട്. ഇത് ഒരു ബന്ധമില്ലാണ്ട് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്, ഒരു തേങ്ങ അറിയാണ്ട് പറയുന്നവരുണ്ട്, എല്ലാം അറിഞ്ഞ് തികഞ്ഞ് പറയുന്ന പോലെ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്, കണിയാന്മാരുണ്ട്, ആസ്ട്രോളജർ ഉണ്ട്. അങ്ങനെ പല പല മേഖലകളിൽ നിന്നിട്ടാണ് ഈ സംസാരങ്ങൾ വരുന്നത്. അപ്പോൾ ഇതിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങളാണ് ഞാൻ റിയാക്ട് ചെയ്യാൻ പോകുന്നത്. ആൻഡ് എല്ലാം ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളല്ല, ചിലത് ക്ലാരിറ്റി വരുത്തണമെന്ന് തോന്നുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാം ഞാനിപ്പോൾ റിയാക്ട് ചെയ്യാൻ പോകുന്ന എല്ലാ വീഡിയോ ക്രിയേറ്റേഴ്സിനെ എനിക്കിഷ്ടമല്ലാത്ത ആൾക്കാരൊന്നുമല്ല. കാരണം ഞാൻ ഫസ്റ്റായിട്ട് റിയാക്ട് ചെയ്യാൻ പോകുന്നത്, റിയാക്റ്റ് അല്ല, ഞാൻ പറയാൻ പോകുന്നത് സായിയുടെ വീഡിയോ ആണ്. സീക്രട്ട് ഏജൻറ്റിൻ്റെ വീഡിയോ ആണ്. സീക്രട്ട് ഏജൻറ്റ് എന്ന് പറയുന്നത് ഹീസ് ലൈക്ക് എ ഫ്രണ്ട് ഓഫ് മൈൻ. എനിക്ക് പുള്ളീൻ്റെ കാര്യമാണ്, പുള്ളിയുടെ കണ്ടൻറ്റും കാര്യങ്ങളും ഒക്കെ എനിക്കിഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ റിയാക്ഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഞാൻ സായിക്കെതിരെ സംസാരിക്കുന്നു, അങ്ങനെ ഒരു സംഭവങ്ങൾ ക്ലിപ്പ് ചെയ്ത് ഇറക്കരുത്, അങ്ങനെ ഒരിക്കലും അല്ല. പക്ഷേ സായി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾക്ക് ക്ലാരിറ്റി കൊടുക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് സായിയുടെ പറയുന്നത്. മൊത്തമായിട്ട് ഞാൻ റിയാക്ഷൻ ചെയ്യുന്നുണ്ട്. ഇതിൽ ചില വേറെ ആൾക്കാർ വരാൻ കിടക്കുന്നുണ്ട്. സോ ഫസ്റ്റ് നമുക്ക് നല്ലതിൽ നിന്ന് തുടങ്ങാം. നല്ലത് മീൻസ് എനിക്ക് പ്രശ്നമില്ലാത്ത ആൾക്കാരിൽ നിന്ന് തുടങ്ങാം. അതായത് കുടുംബശ്രീ അല്ല, ആ മേഖല അല്ലാണ്ട് രണ്ട് സൈഡും കേട്ട് സംസാരിക്കുന്ന ആൾക്കാരുടെ വീഡിയോയിൽ നിന്ന് തുടങ്ങാം. സോ അതെനിക്ക് ഫസ്റ്റ് യോജ്യമായിട്ട് തോന്നിയത് സായിയുടെ ആണ്. സായി കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും എൻ്റെ ഈ സംസ്കാരം ഉണ്ടാവുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. സോ ലെറ്റ്സ് ബിഗിൻ വിത്ത് സായി. ഫസ്റ്റ് ഓഫ് ഓൾ, ഫസ്മിനോട് ആര് പറഞ്ഞു എന്ന് എനിക്കറിയില്ല. ഒരു ഡേറ്റിംഗ് ആപ്പിനകത്ത് കയറുന്നത് ബിസിനസ് ഡെവലപ്പ് ചെയ്യാനും അല്ലെങ്കിൽ വേറെ ഏതുതരം ബിസിനസ്സാണ് അത്? അതായത് എൻ്റെ അറിവിൽ ഞാൻ പറയാം, എനിക്ക് ഇഷ്ടം പോലെ ഫ്രണ്ട്സ് ഉണ്ട്. അവർ ഈ പറഞ്ഞ ആപ്സ് എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്, ഡേറ്റിംഗ് ആപ്സ് എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. അവരാരും ഈ പറഞ്ഞ പോലെ ഒരു ബിസിനസ് എക്സ്പ്ലോർ ചെയ്യാനോ അതിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വേറെ എന്തെങ്കിലും രീതിയിൽ, അതായത് ഒരാളെ മിസ്ലീഡ് ചെയ്യുന്നത്, ഇപ്പോൾ ഒരു പാർട്ട്ണറെ സ്ട്രെയിറ്റ് അവേ പറഞ്ഞ് ഉപയോഗിക്കുന്നവരാണ് എൻ്റെ ഫ്രണ്ട്സ് ഒരുപാട്. എനിക്ക് ബാംഗ്ലൂർ ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ട്. അവർ സായി പറയുന്നത് സായിയുടെ ഫ്രണ്ട്സൊക്കെ അങ്ങനെയാണ്, ബാംഗ്ലൂർ ഉള്ളവരൊക്കെ സ്ട്രെയിറ്റ് അവേ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. ടിൻഡർ ആരും ബിസിനസ് യൂസ് ചെയ്യുന്നതായിട്ട് സായിക്ക് അറിയില്ലെന്നാണ്. ഓക്കെ, ഞാൻ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് എനിക്ക് വന്ന ഒരു മെസ്സേജിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഞാനിവിടെ കൊടുക്കുന്നത്. ഇത് ഒരു ഗേള് എനിക്ക് അയച്ചു തന്നിട്ടുള്ളതാണ്. ഞാൻ ഇതിൽ നെയിം കാണിക്കുന്നില്ല. ഇനി കാണിക്കേണ്ട അവസ്ഥ വന്നാൽ ഞാൻ നെയിമും കാണിക്കാനും തയ്യാറാട്ടോ. അപ്പോൾ ഇതാണ് ആ കുട്ടി പറഞ്ഞത്. ഹലോ, നിൻ്റെ യൂട്യൂബ് വീഡിയോ ഞാൻ കാണാറുണ്ട്. അപ്പോൾ ലാസ്റ്റത്തെ വീഡിയോയിൽ കണ്ടായിരുന്നു മറ്റേ ബമ്പിൾ അറ്റൻഡ്, അത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ. അതിനകത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ പക്ക കറക്റ്റാണ്. എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഫ്രോഡ് ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവൻ്റെ ഫോണിൽ ബമ്പിൾ ഉണ്ടായിരുന്നു, ടിൻഡർ ഉണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടപ്പോഴത്തേക്കും എന്നോട് ആൾ പറഞ്ഞത് ബിസിനസ് ഗേൾസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾ സ്റ്റാർട്ട് ചെയ്തതെന്നാണ്. പിന്നെ അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പുള്ളിക്കാരി പറയുന്നത്. ലൈക്ക് ബിസിനസ് എന്നുള്ള രീതിയിലാണ് ബമ്പിൾ പുള്ളി ഇൻസ്റ്റാൾ ചെയ്തിരുന്നത്. സോ ഇങ്ങനെയും ആൾക്കാരുണ്ട്. ആൻഡ് എനിക്ക് പേഴ്സണലി അങ്ങനെ അറിയുന്ന ആൾക്കാർ ഉള്ളതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി വന്ന് സംസാരിച്ചത്. ബിസിനസ് പരമായിട്ട് ആൾക്കാർ പറയുന്നത്, ബിക്കോസ് എൻ്റെ സ്വന്തം പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് തന്നെ എനിക്കത് പറയാൻ പറ്റും. പല രീതിയിൽ ആൾക്കാർ കള്ളങ്ങൾ പറഞ്ഞ് ടിൻഡറും ബമ്പിളും ഒക്കെ കുത്തിപ്പൊക്കിക്കൊണ്ട് വരും. അപ്പം എല്ലാവരും സ്ട്രെയിറ്റ് അവേ യൂസ് ചെയ്യണമെന്നില്ല. അതാണ് എനിക്കൊന്ന് ക്ലിയർ ചെയ്യണമെന്നുണ്ടായിരുന്നു സായിയുടെ അടുത്ത്. പിന്നെ ബാക്കി കേൾക്കാം. ില്ലാതെ പെട്ടെന്നൊരു ജാൻസിറാണെ പൊന്തി വരുമ്പോൾ അത് പൈസ ചെയ്യാനുള്ള ഒരു ഇതും കൂടെ തയ്യാറായിട്ട് നിൽക്കേണ്ടി വരും. ഓക്കെ, പുള്ളിയുടെ കൂടെയുള്ള ആളുടെ പേരെനിക്കറിയത്തില്ല. ജാൻസി റാണിയായിട്ട് വരുമ്പോഴത്തേക്കും ഒരു മിനിറ്റ്, ഞാൻ ഈ ഫോൺ ഫ്ലൈറ്റ് മോഡ് ഇട്ടിട്ട്, അല്ലെങ്കിൽ കിണി കിണി കിണിന്ന് മെസ്സേജ് വരും. സോ ജാൻസി റാണിയായിട്ട് വരുന്നത് കൊള്ളാം, എല്ലാം ഫേസ് ചെയ്യാൻ റെഡി ആവണം എന്ന് പറഞ്ഞു. ഞാൻ ജാൻസി റാണി ആവാനോ ഹിറ്റ്ലർ ആവാനോ മദർ തെരേസ കളിക്കാനോ ഒന്നും വന്നതല്ല. ഞാൻ ഫസ്മിന സാക്കിറായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഞാൻ ഇങ്ങനെ തന്നെയാണ്. ഞാൻ ഇപ്പോഴും പറയുന്നുണ്ടല്ലോ, ഞാൻ ഈ കാര്യത്തോട് ഞാൻ യോജിക്കത്തില്ല. അതിപ്പോൾ ആരെന്തൊക്കെ വന്ന് പറഞ്ഞാലും ഇത് ഫേസ് ചെയ്യാൻ തയ്യാറായിട്ട് തന്നെയാണ്. പുള്ളിക്ക് PR ഉണ്ടെന്നും പുള്ളിക്ക് ഇഷ്ടംപോലെ ഫാൻസ് ഉണ്ടെന്നും എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വീഡിയോ ഇട്ടത്. അല്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ബിഗ് ബോസിൽ ഏറ്റവും ഹെയ്റ്റ് കിട്ടിയ ഒരാളുടെ കുൽസിതം വന്ന് ഇടായിരുന്നല്ലോ. ഫാൻസ് ഉള്ള ആളുടെ തന്നെ ഞാൻ ഇടണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ആ കാര്യം അത്രയും എനിക്ക് ഓക്കെ അല്ല എന്ന് തോന്നുന്നുകൊണ്ടല്ല ഞാൻ അതിനെപ്പറ്റി വന്ന് സംസാരിക്കുന്നത്. എല്ലാവർക്കും എല്ലാവരുടെയും പേഴ്സ്പെക്റ്റീവ് ഉണ്ടല്ലോ. ആ പേഴ്സ്പെക്റ്റീവ് പറയുന്ന ആൾക്കാരെല്ലാം ജാൻസി റാണി ആവണം എന്നില്ലല്ലോ. ഏത് പ്രൊഫൈൽ എനിക്ക് തോന്നുന്നു ടിൻഡറിലൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് അധിക കാലമായിട്ട് എന്ത് വേണം,
ടിൻഡറിൽ Verified ആയിരിക്കണം. ആയി വെരിഫൈഡ് ആയി വന്നുള്ള ഒരു വ്യക്തിയായിരിക്കണം. ഓക്കെ, അത് സായി പറഞ്ഞത് സായിക്ക് മേ ബി ഡേറ്റിംഗ് ആപ്പിലും ആ ഒരു കാര്യം അറിയാത്തതുകൊണ്ടായിരിക്കും. ടിൻഡറിൽ നമ്മൾ അധികം നാൾ ഇരുന്നിട്ടൊന്നും വേണ്ട വെരിഫിക്കേഷൻ വരാൻ. നമ്മൾ ടിൻഡർ ഇൻസ്റ്റാൾ ചെയ്ത് വെറും 24 അവേഴ്സിൽ തന്നെ നമ്മുടെ അക്കൗണ്ട് വെരിഫൈ ചെയ്ത് കിട്ടും. അല്ലാണ്ട് നമ്മളത് യൂസ് ചെയ്ത് വെരിഫിക്കേഷൻ നടത്തേണ്ട കാര്യമൊന്നുമില്ല. വെറും 24 അവേഴ്സ് മാത്രം മതി വെരിഫിക്കേഷൻ കിട്ടാൻ. കൂട്ടിക്ക് വെച്ച ഇത്രയും വെൽ നോൺ ഫേസ് ആയിട്ടുള്ള ഈ പറഞ്ഞ ഫേക്ക് ഐ ഡി ഉണ്ടാക്കാൻ ഒട്ടും പറ്റാത്ത ഒരു ഡേറ്റിംഗ് ആപ്പിനകത്ത് സായി തന്നെ പറയുന്നുണ്ട് ബ്ലൂടിക്ക് വരുന്ന അത്രയും ഇതായിട്ടുള്ള ഫേക്ക് അക്കൗണ്ട് യൂസ് ചെയ്യാൻ ഒരു ചാൻസും ഇല്ലെന്ന്. വിച്ച് മീൻസ് അത് പുള്ളിയുടെ ഒറിജിനൽ ടിൻഡർ അക്കൗണ്ട് ആണ്. അത് പലരും സായിയുടെ വീഡിയോയിൽ മാത്രമല്ല, ഞാൻ കണ്ട മിക്ക ആൾക്കാരുടെ വീഡിയോയിലും അവർ എഗ്രി ചെയ്യുന്നുണ്ട് അത് ഒറിജിനൽ അക്കൗണ്ട് ആണെന്ന്. അപ്പോൾ അതൊരു ഫോൾസ് അലിഗേഷൻ ആണോ? പുള്ളിക്ക് ടിൻഡർ അക്കൗണ്ട് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത് ഫോൾസ് ആൻഡ് ബേസ്ലെസ് അലിഗേഷൻ ആവുന്നത് എങ്ങനെയാണ്? ഞാൻ എൻ്റെ വീഡിയോയിൽ ഇത്രയും നാളായിട്ട് ഞാൻ ചെയ്ത ഒരു വീഡിയോയിലും അക്ബർ വന്നിട്ട് മോശമായിട്ടാണ് സംസാരിച്ചേക്കുന്നത്, അക്ബറിൻ്റെ ഭാഗത്ത് മോശം പ്രവർത്തനം വന്നു, സെക്ഷൽ ചാറ്റ് വന്നെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്താ? ടിൻഡർ അക്കൗണ്ട് ഉണ്ടാക്കി ഭാര്യ ഇരിക്കെ ടിൻഡർ അക്കൗണ്ടിൽ ഒരാളെ ഗെറ്റിംഗ് ടു നോ ഈച്ച് അതർ, ആ ഗെറ്റിംഗ് ടു നോ ഈച്ച് അതർ ഞാൻ യോജിക്കുന്നില്ല എന്നേ പറഞ്ഞോളൂ. അല്ലാണ്ട് ആരും വളച്ച് തിരിഞ്ഞൊടിഞ്ഞ് ഞാൻ മോശപ്പെട്ട ചാറ്റ് ക്രിയേറ്റ് ചെയ്തു എന്നൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഓപ്പോസിറ്റുള്ള കുട്ടി ആ കുട്ടി ഈ ആപ്പിനകത്ത് വന്ന ഇന്റൻഷൻ എന്താന്നുള്ളത് ഫസ്മിന് പറയുന്നില്ല. ഓക്കെ, ആ കുട്ടിയുടെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് എന്താണെന്ന് നമുക്ക് അറിയില്ല. ആ കുട്ടി എന്തിനു വേണ്ടി, ആ കുട്ടി എന്ത് സിറ്റുവേഷനിൽ എങ്ങനെയാണ് ഈ ആപ്പിനകത്ത് എന്ത് എക്സ്പ്ലോർ ചെയ്യാനാ വന്നിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് നോ ഐഡിയ. ഓക്കെ, ഞാൻ ആ കുട്ടീനെ പറ്റി പറയുന്നില്ല എന്ന്. ആ കുട്ടീനെ പറ്റി എന്തിനാണ് ഞാൻ പറയുന്നത്? ബിക്കോസ് അവൾ മാരീഡോ അല്ലെങ്കിൽ അവളൊരു സോഷ്യലി സ്റ്റാറ്റസ് കീപ്പ് ചെയ്തിട്ട് വെക്കുന്ന ആളോ അല്ല. അവളൊരു സാധാ പെൺകുട്ടിയാണ്. ആൻഡ് ഒബ്വിയസ്ലി അവൾ ടിൻഡർ അല്ലെങ്കിൽ ഏത് ഡേറ്റിംഗ് ആപ്പ് ആണെങ്കിലും ഡൗൺലോഡ് ചെയ്തേക്കുന്നത് ഷീ നീഡ്സ് ടു ഗോ ഫോർ എ ഡേറ്റ്, ഷീ നീഡ്സ് ടു ഫൈൻഡ് സംവൺ എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ ആയിരിക്കും. അല്ലാണ്ട് അവൾ അതിൻ്റെ അകത്ത് ചോറും സാമ്പാറും വെക്കുമെന്ന് ഞാൻ ന്യായീകരിച്ചിട്ടില്ല. അവളെ ന്യായീകരിക്കേണ്ട കാര്യമില്ല. ആൻഡ് ഇഫ് ഷീ ഈസ് സിംഗിൾ, അവൾ ഡേറ്റിംഗ് ആപ്പിൽ കയറുന്നതിന് എന്താണ് പ്രശ്നം? അതിലൊരു പ്രശ്നമില്ല. അതിന് വേണ്ടി തന്നെയാണ് ആ ആപ്പ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഷീ ഈസ് നോട്ട് എ ഫേമസ് പേഴ്സൺ. ഞാൻ അവളെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടി അവളൊരു തെറ്റും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ എന്തിനാണ് അവളെ എക്സ്പോസ് ചെയ്യുന്നത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി ഈ വരുന്ന PR എല്ലാം കൂടെ അവളുടെ നെഞ്ചത്തോട്ട് കയറാനോ? ആൻഡ് കേസിൻ്റെ രീതിയിലോട്ടൊക്കെ പോകുകയാണെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് അവളെ എക്സ്പോസ് എന്നല്ല, അവൾ സംസാരിക്കാനും അവൾ കോർട്ടിൽ വരാനും ഒക്കെ റെഡി ആക്കും. പക്ഷേ അല്ലാത്ത പക്ഷേ ഒരു വീഡിയോയിൽ ഇപ്പോൾ വന്നിട്ട് ഇതാണ് ആള്, ഇവൾക്കാണ് അക്ബർ മെസ്സേജ് അയച്ചതെന്ന് പറഞ്ഞ് ആ കുട്ടി ചെയ്യാത്ത കാര്യത്തിന് സൈബർ അറ്റാക്ക് കൊടുക്കാൻ എനിക്ക് ഒരു താല്പര്യമില്ല. ബട്ട് വാട്ട് ഹി ഡിഡ് ഇസ് റോങ് ആൻഡ് ഷീ ഡിഡ് നോട്ട് ഡു എനിത്തിങ് റോങ്. അതിൽ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. ഷീ ഈസ് സിംഗിൾ, സോ ഒബ്വിയസ്ലി ഷീ ക്യാൻ ഗോ ഫോർ ഡേറ്റിംഗ്. അല്ലെങ്കിൽ എന്ത് സംഭവത്തിലാണെങ്കിലും പുള്ളിക്കാരിക്ക് പോകാം. പുള്ളിക്കാരിക്ക് ആരുമായിട്ട് കമ്മിറ്റ്മെൻറ്റോ റിലേഷനോ മാരീഡോ ഒന്നുമല്ല. സോ അവളുടെ ഭാഗത്ത് എന്ത് മിസ്റ്റേക്കാണ് ഉള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ ഒരു കാര്യം ചോദിക്കട്ടെ, ബേസിക്കലി അയാൾ നമ്പർ കൊടുക്കുന്നു. ഓക്കെ, നമ്പർ കൊടുത്തത് എൻ്റെ അറിവിൽ അത് അക്ബറിൻ്റെ പേഴ്സണൽ നമ്പറാണ്. ഒരു ഉടായ്പ കാണിക്കുന്നുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് കുറേ ഉടായ്പന്മാരെ, ഞാൻ അവിടെ എക്സ്പോസ് ചെയ്തിട്ടുണ്ട് കുറേ ഉടായ്പന്മാരെ. സ്വന്തം നമ്പർ കൊടുക്കാതെ വേറൊരുത്തിൻ്റെ പേരിലെടുത്ത നമ്പർ കൊടുത്ത് അത് ചെയ്തവരുണ്ട്. സായി പറയുന്നത് പേഴ്സണൽ നമ്പർ കൊടുക്കത്തില്ലെന്നാണ്. അത് എനിക്ക് പിന്നെയും യോജിക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ പിന്നെയും പറയാണ്, ഫ്രം മൈ പേഴ്സണൽ എക്സ്പീരിയൻസ് പേഴ്സണൽ നമ്പർ തന്നെ ഷെയർ ചെയ്യുന്നുണ്ട്. അതായത് എത്ര റീച്ചുള്ള മേഖലയിൽ നിൽക്കുന്ന ആളാണെങ്കിലും എത്ര ഫേമസ് ആയിട്ടുള്ള ആളാണെങ്കിലും പേഴ്സണൽ നമ്പർ കൊടുക്കും അവർ. അത് പേഴ്സണൽ നമ്പർ ആയതുകൊണ്ട് അവർ കൊടുത്തുകൊണ്ട് അവർ പ്യുവർ ആവണം അല്ലെങ്കിൽ അവർക്ക് വേറെ ഇൻറ്റൻഷൻ ഇല്ല, അവരത്രയും മണ്ടനല്ല എന്നൊന്നും നമ്മൾ അങ്ങനെ വിലയിരുത്താൻ നമുക്ക് പറ്റത്തില്ല, ഒന്നാമത്തെ കാര്യം. പക്ഷേ എന്നല്ല, സോ പേഴ്സണൽ നമ്പർ കൊടുത്തുകൊണ്ട് അയാൾ വേറെ ഇൻറ്റൻഷൻ ഇല്ലായിരുന്നു എന്ന് പറയുന്നതിനോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. അക്ബർ ഖാൻ എന്ന് പറഞ്ഞ ഒരാൾ കമ്മിറ്റഡ് അല്ലെങ്കിൽ ഞാൻ ഇതേ ചോദ്യം തിരിച്ച് ഫസ്മിനോട് ചോദിക്കാം. വാട്ട് ഇഫ് ദേ ടേക്ക് ഇറ്റ് ഫോർവേഡ്? അതെ, വാട്ട് ഇഫ്? ഞാൻ ഇത്ര ചോദിക്കുന്നുള്ളൂ. അക്ബർ ഖാൻ കമ്മിറ്റഡ് അല്ല, അക്ബർ ഖാൻ്റെ മാരിറ്റൽ സ്റ്റാറ്റസ് സിംഗിൾ ആണ്. ഓക്കെ, വിൽ യുവർ ഫ്രണ്ട് ബി ഓക്കെ വിത്ത് ഇറ്റ്? ഓക്കെ, ഇതിൽ ചോദിക്കുന്ന ചോദ്യം എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. അത് ചോദിക്കേണ്ട ആവശ്യം എന്താ അറിയില്ല. ബട്ട് വാട്ട് ഇഫ് അവരത് മുന്നോട്ടേക്ക് എടുത്ത് അക്ബർ സിംഗിൾ ആണെങ്കിൽ അവരത് ഫോർവേഡ് ആ റിലേഷൻ മുന്നോട്ടേക്ക് കൊണ്ടുപോയെങ്കിൽ എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു പ്രശ്നമില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ വീഡിയോ എടുത്തു പോലും ഇല്ലായിരുന്നു. ആ വീഡിയോ ഇടേണ്ട ഒരു ആവശ്യമേ ഇല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളെല്ലാവരും പറയുന്നതിന് പോയിന്റ് ഉണ്ട്. എന്താണ്? അയാൾ സിംഗിളാണ്, അയാൾ ഡേറ്റിംഗ് ആപ്പിൽ കയറി ആർക്ക് മെസ്സേജ് അയച്ചാൽ നമുക്കെന്താ? ദാറ്റ്സ് ഹിസ് ചോയ്സ്. സിംഗിൾ അല്ലാത്ത ആൾ വരുമ്പോഴല്ലേ അവിടെ പ്രശ്നം വരുന്നുള്ളൂ എന്ന് ഞാൻ പറയുന്നത്. അവരത് ഫോർവേഡ് എടുക്കാണ്ടിരിക്കുക, അത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല ആ പക്ഷം വരുവാണെങ്കിൽ. പക്ഷേ ഈ സമയത്ത് അയാൾ സിംഗിൾ അല്ല,
ഹീ ഈസ് കമ്മിറ്റഡ്. അപ്പോൾ ടിൻഡറിൽ വന്ന ഒരാളെ പരിചയപ്പെട്ട് അത് ചാറ്റ് മുന്നോട്ടേക്ക് പോകുന്ന രീതി, ഗെറ്റിംഗ് ടു നോ ഈച്ച് അതർ, അതിൽ ഞാൻ യോജിക്കത്തില്ല. സോ വാട്ട് ഇഫ് എന്നുള്ള ചോദ്യത്തിന് ഞാൻ പറയുകയാണ്, ഇഫ് ദ ആർ സിംഗിൾ, ഞാൻ ഈ വീഡിയോ ചെയ്യത്തില്ലായിരുന്നു, ഞാൻ ഒരു വീഡിയോയും ചെയ്യത്തില്ലായിരുന്നു, എനിക്ക് അറിഞ്ഞ് കണ്ടാൽ പോലും ഞാൻ അതിനെപ്പറ്റി സംസാരിക്കത്തില്ലായിരുന്നു. ബിക്കോസ് ഐ നോ എ ലോട്ട് ഓഫ് സെലിബ്രിറ്റീസ് ഹു ആർ ഓൺ ബംബിൾ ആൻഡ് ടിൻഡർ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ ഷൈൻ ടോമിനെ ബംബിളിൽ കണ്ടിട്ടുണ്ട്. ഞാൻ എവിടെയെങ്കിലും വീഡിയോ ഇട്ടിട്ടുണ്ടോ ഷൈൻ ടോം ബംബിളിലുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഗൈസ് എന്ന് ചോദിച്ചാൽ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടോ? ഹീ ഈസ് നോട്ട് മാരീഡ്. സോ വീഡിയോ ഇടേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ദേ സുനിലോജിയുടെ ഇത് ഞാൻ ഹക്കീം സ്റ്റോറി ഇട്ട് കണ്ടു. പുള്ളിയുടെ നമ്മൾ ഇടേണ്ട ആവശ്യമില്ല. കമ്മിറ്റ്മെൻറ്റ് ഇല്ലാത്ത ആൾക്കാരുടെ കാര്യം നമ്മൾ എവിടെയും ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. കമ്മിറ്റ്മെൻ്റ് ഉള്ള ആൾക്കാർ ചെയ്യുമ്പോഴത്തേക്കും അതിൽ എന്തോ ഒരു അപാകത ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി ഇത്രേ ഉള്ളൂ സായിയുടെ വീഡിയോ. സായി വീഡിയോ ഇട്ടതിൽ ഞാൻ സായിനെ ക്രിറ്റിസൈസ് ചെയ്തതല്ല, ഞാൻ പിന്നെയും പറയുകയാണ്, സായി പറഞ്ഞ കാര്യങ്ങൾക്ക് ഞാൻ ക്ലാരിറ്റി നൽകുകയാണ്. ഇനി നമ്മൾ പോകാൻ പോകുന്നത്, ഇനി ഞാൻ വീഡിയോ ചെയ്ത റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാരൊന്നും എനിക്ക് യോജിക്കാൻ പറ്റാത്ത ആൾക്കാരാണ്. പ്രത്യേകിച്ച് നമ്മൾ അടുത്ത പോകുന്ന ആളെന്ന് പറയുന്നത്, ഞാൻ കുടുംബശ്രീന്ന് ഇയാളെ വിളിക്കുള്ളൂ. ഇയാൾ മുക്കീനും മൂളീനും എല്ലാം വീഡിയോ ഇടുന്ന ആളാണ് സത്യം പറഞ്ഞാൽ. പിന്നെ കുറേ വെളുപ്പിക്കലുണ്ട്. ഇയാൾ ബിഗ് ബോസ് നടക്കുമ്പോൾ തൊട്ട് വെളുപ്പിക്കുന്നത് ഞാൻ വല്ലാണ്ട് കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇയാളുടെ വീഡിയോ എനിക്ക് തീരെ കാണാൻ താല്പര്യമില്ല. ബിക്കോസ് എന്തൊരു പ്രശ്നം വന്നാലും ഇയാളുടെ പെർസ്പെക്റ്റീവ് കാണാൻ എനിക്ക് പറ്റത്തില്ല. കാരണം ഇയാൾ പറയുന്ന രീതി എനിക്ക് തീരെ യോജിതമായിട്ട് തോന്നില്ല. ആൻഡ് ഇയാളുടെ തമ്നേലിൽ തന്നെ ഉണ്ട് ഇയാളുടെ ആ ഒരു ഇത് മീൻസ് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ് മനസ്സിലാവും. കട്ടക്കലിപ്പിൽ മറുപടിയുമായി അക്ബർ രംഗത്ത്. ഇതാണ് കൈസാണോ എന്താണോ കൈസിൻ്റെ തമ്മിൽ ഇതാണ്. എന്നും കൈസ് ഇങ്ങനെ ഒരു വിയേർഡ് എക്സ്പ്രഷൻ ഇടും. അതായത് നമ്മളത് തുറന്ന് നോക്കണം. കട്ടക്കലിപ്പിൽ മറുപടിയുമായി അക്ബർ. എനിക്ക് മനസ്സിലായില്ല കട്ടക്കലിപ്പ് എന്താന്ന്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇട്ടതായിരുന്നു കട്ടക്കലിപ്പ്. അതിൽ കലിപ്പ് എവിടെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒഫീഷ്യലി ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇട്ട് ഇതിനെപ്പറ്റി ഒന്നും പ്രതികരിക്കാണ്ട് പോയി. അതിലെവിടെയാണ് കട്ടക്കലിപ്പെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും കൈസിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്താണ് ഫസ്മിനോട് ശരിക്കുള്ള പ്രശ്നം? എന്തിനാണ് ഫസ്മിൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് എന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അക്ബർ ഏതൊരു പെൺകുട്ടിയുമായി ചാറ്റ് ചെയ്തു, മോശമായിട്ടൊരു വാക്ക് പോലും അക്ബർ പറഞ്ഞിട്ടില്ല. ആ പെൺകുട്ടി അയച്ച മെസ്സേജുകൾക്ക് റിപ്ലൈ കൊടുക്കുക മാത്രമാണ് അക്ബർ ചെയ്തത്. ഇതിലെന്താ അത്ര ആനക്കാര്യമുള്ളത്? ഈ സ്ക്രീൻഷോട്ടുകളൊക്കെ വെച്ച് എന്താണ് ഫസ്മിനെ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്? സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. കൈസിന് മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കി തരാം. അക്ബർ റിപ്ലൈ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് കൈസ് പറയുന്നത്. കൈസിനോട് ഞാൻ ചോദിക്കട്ടെ, ടിൻഡറിൽ കൈസിൻ്റെ വൈഫ് ഇരുന്ന് ഒരാൾക്ക് ഒരു അന്യപുരുഷനെ ഗെറ്റിംഗ് ടു നോ ഈച്ച് അതർ എന്ന രീതിയിൽ വെറുതെ ഒരു മോശപ്പെട്ട ചാറ്റും ഇല്ലാണ്ട് മെസ്സേജ് അയച്ചാൽ വിൽ യു ബി ഓക്കെ വിത്ത് ഇറ്റ്? താങ്കൾ ഓക്കെ ആയിരിക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ പറയാൻ പോകുന്ന റീസൺ ഇതായിരിക്കും, അത് എൻ്റെ പേഴ്സണൽ പെർസ്പെക്റ്റീവിൽ എനിക്ക് താല്പര്യമില്ല, പക്ഷെ അയാൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് ചെയ്തോട്ടെ എന്നായിരിക്കും പറയാൻ പോകുന്നത്. ആ ന്യായം അല്ലാണ്ട് വേറെ ഒന്നും നിങ്ങൾക്ക് ആർക്കും പറയാനില്ല. നിങ്ങളാരും ഇത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിങ്ങളാരും ഇത് സമ്മതിച്ച് കൊടുക്കാത്ത ആൾക്കാരാണ്. അപ്പോൾ ആരും ഇവിടെ വന്ന് പുണ്യാളം ചമയണ്ട. അതുകൊണ്ട് കൈസ് പറയുമ്പോഴത്തേക്കും കൈസിൻ്റെ പെർസ്പെക്റ്റീവിലൂടെ ചിന്തിച്ച് സംസാരിക്കണം. ഓക്കെ, അല്ലാണ്ട് ഇവിടെ എന്താണ് ഫസ്മിനയ്ക്ക് എന്താണ് പ്രശ്നം, താങ്കൾക്ക് എന്താണ് പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നില്ല. താങ്കൾക്ക് ഇത്രയും പ്രശ്നം ഉണ്ടെങ്കിൽ താങ്കൾ എന്തിനാണ് ഈ വീഡിയോ ഒക്കെ റിയാക്ട് ചെയ്യുന്നത്? വെറുതെ ഇങ്ങനെ ഇരുന്നാൽ പോരെ ഇത്ര പ്രശ്നമുള്ള കാര്യമാണെങ്കിൽ. ഒരു പെൺകുട്ടിയോട് ചാറ്റ് ചെയ്തത് കൊണ്ടോ മാത്രം അക്ബർ സ്വന്തം ഭാര്യയെ ചതിക്കുകയാണെന്ന് എങ്ങനെയാണ് ഫസ്മിനക്ക് പറയാൻ സാധിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷമായി. ഇപ്പോഴും ഞാൻ പണ്ടെടുത്ത മാട്രിമോണി സൈറ്റിൽ എന്റെ അക്കൗണ്ട് കിടപ്പുണ്ട്. ഞാൻ കല്യാണം കഴിഞ്ഞപ്പോൾ ആ ആപ്പ് ഞാൻ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. പക്ഷെ അങ്ങനെ ഒരു അക്കൗണ്ട് അവിടെ കിടപ്പുണ്ടെന്ന് കരുതി ഞാൻ എന്റെ ഭാര്യനെ ചതിക്കുകയാണെന്ന് ആരെങ്കിലും പറഞ്ഞ് അങ്ങനെ ഇരിക്കും? അതുപോലെ കമ്മിറ്റഡ് ആവുന്നതിന് മുമ്പേ അക്ബർ എടുത്തു വെച്ച അക്കൗണ്ട് ആണെങ്കിലോ ടിൻഡർ ആപ്പിലുള്ള അക്കൗണ്ട്, ചിലപ്പോൾ ഈ പെൺകുട്ടി മെസ്സേജ് അയച്ച സമയത്ത് അക്ബറിന്റെ നോട്ടിഫിക്കേഷൻ വന്ന് കാണണം. അന്നേരം അവിടെ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു കാണണം. അങ്ങനെ നമുക്ക് ചിന്തിക്കാലോ. വെറുതെ എന്തിനാണ് ഓരോരോ ഊഹാപോഹങ്ങൾ നടത്തി ഒരാളുടെ ജീവിതം കോഞ്ഞാട്ടാക്കാൻ നിൽക്കുന്നത്? ഇതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. താങ്കൾ പറഞ്ഞത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. എന്ത് മണ്ടത്തരമാണ് വിളിച്ചു പോകുന്നത്? മാട്രിമോണിയൽ സൈറ്റിൽ താങ്കൾ ഉണ്ടായിരുന്നു എന്ന് വെച്ച് ഉപയോഗിക്കുന്നില്ല, ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല എന്ന് എന്തൊക്കെയാണ് പറയുന്നത്? ടിൻഡറിൽ നോട്ടിഫിക്കേഷൻ വന്നതുകൊണ്ട് അങ്ങനെ റിപ്ലൈ കൊടുത്തായിരിക്കുന്നു. എന്തൊരു വെളുപ്പിക്കലാണ് എൻ്റെ പൊന്ന് കൈസേ. ഞാനൊരു വൈറ്റ് വാഷ് അങ്ങോട്ട് വാങ്ങിച്ചു തരട്ടെ അടിക്കാൻ വേണ്ടിയിട്ട്? എൻ്റെ പൊന്നു, ഇങ്ങനെ ഇത് എനിക്കറിയത്തില്ല ഇതെന്ത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് കേട്ടപ്പോൾ ചിരിയാണ് വന്നത്. മാട്രിമോണിയൽ സൈറ്റ് പോലെയല്ല ടിൻഡർ സൈറ്റ്. മാട്രിമോണിയലിൽ താങ്കൾ ഒരാളെ കണ്ടുപിടിച്ച് കല്യാണം കഴിച്ചു, ആൻഡ് എഗെയിൻ താങ്കൾ മാട്രിമോണിയൽ പോയിട്ട് റിപ്ലൈ കൊടുക്കുന്നെങ്കിൽ അത് ചീറ്റിങ്. ഞാനിവിടെ എവിടെയും പറഞ്ഞിട്ടില്ല അക്ബർ ഖാൻ ഭാര്യനെ ചതിച്ചു, നിങ്ങളിത് കാണണം എന്നല്ല ഞാൻ പറഞ്ഞത്. അക്ബർ ഖാൻ ടിൻഡർ ഉപയോഗിക്കുന്നു എന്നല്ലേ പറഞ്ഞത്. നിങ്ങൾ അങ്ങ് ഊഹാപോഹിച്ച് ഭാര്യനെ ചതിക്കുന്ന ലെവലിലോട്ട് അയാൾ മോശപ്പെട്ട ചാറ്റുകൾ ചെയ്തു. ഞാനത് പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറയാത്ത കാര്യങ്ങൾ നിങ്ങൾ എൻ്റെ വീഡിയോയിൽ നിന്ന് ഊഹാപോഹിച്ച് പറയല്ലേ. കൈസ് പ്രത്യേകിച്ച്, കൈസിന് എന്തും അങ്ങോട്ട് പറഞ്ഞാൽ മതി.
കാര്യം ചോദിച്ചോട്ടെ, അക്ബറിന് ഭാര്യ ഉണ്ടെന്ന് അറിഞ്ഞപ്പോ എന്തിനാണ് ആ പെൺകുട്ടി ബായ് പറഞ്ഞു പോയത്? അപ്പൊ ആ പെൺകുട്ടിയുടെ മനസ്സിലിരിപ്പ് എന്തായിരുന്നു? ഭാര്യ ഇല്ലായിരുന്നെങ്കിൽ അക്ബറുമായി ഫ്ലേർട്ട് ചെയ്യുമെന്നായിരുന്നു. എന്തായാലും നല്ല എത്തിക്സ് ഉള്ള കുട്ടി തന്നെയാണ് കേട്ടോ. അപ്പം കൈസ് ദീകൂടെ സർക്കാസ്റ്റിക്കലി ഉദ്ദേശിച്ചേക്കുന്നത് പുള്ളിക്കാരിക്ക് എത്തിക്സ് ഇല്ലെന്നാണ്. ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ് ഇസ് പോസിബിൾ, ബിക്കോസ് പുള്ളിക്കാരിക്ക് നല്ല എത്തിക്സ് ഉള്ളതുകൊണ്ടാണ് പുള്ളിക്കാരി ആ ചാറ്റ് ഫോർവേഡ് ആക്കി പോകാണ്ടുന്നത്. ചില ആൾക്കാരുണ്ട് ഭാര്യ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും എങ്ങനെയും സംസാരിച്ച് എങ്ങനെയും ഇത് സെലിബ്രിറ്റി അല്ലേ, ഇവരുടെ കൂടെ നിൽക്കാം, ഇവരോട് സംസാരിക്കാമെന്ന് പറഞ്ഞ് പോകുന്ന പെൺപിള്ളേർ എനിക്ക് നന്നായിട്ടറിയാം. അപ്പം അങ്ങനെ പുള്ളിക്കാരി പോവാണ്ട് ആ ചാറ്റ് അവിടെ നിർത്തിയോണ്ട് ഒറിജിനലി പുള്ളിക്കാരിക്ക് നല്ല എത്തിക്സ് ഇല്ലേ, സർക്കാസം വിട്ടാൽ. പിന്നെ പുള്ളിക്കാരിക്ക് ആ ഫ്രണ്ട്ഷിപ്പ് കണ്ടിന്യൂ ചെയ്താൽ പോരായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ കൈസ അറിയാത്ത കാര്യം സംസാരിക്കരുത്. ബിക്കോസ് പുള്ളിക്കാരീനെ അക്ബറാണ് റിമൂവ് ആക്കിയത്. ടിൻഡറിന് റിമൂവ് ആക്കി അക്ബർ ബ്ലോക്ക് ചെയ്തു, അല്ലാണ്ട് പുള്ളിക്കാരി അല്ല റിമൂവ് ആക്കിയത്. ഓക്കെ, അക്ബറിന് ഈ പറയുന്ന ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു താല്പര്യമെങ്കിൽ ഞാൻ ഈ വീഡിയോ കാണുന്ന എല്ലാവരെയും ചലഞ്ച് ചെയ്യുകയാണ്. ഓക്കെ, ഇതിന് നിങ്ങൾ എനിക്കൊരു ഉത്തരം തരണം. അക്ബറിന് ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു താല്പര്യം, അല്ലെങ്കിൽ അക്ബറിൻ്റെ പാട്ട് മ്യൂസിക് ഡെവലപ്പ് ചെയ്യാൻ, അങ്ങനെ പല രീതിയിൽ പല വീഡിയോസ് വന്നു. മ്യൂസിക് ഡെവലപ്പ് ചെയ്യാൻ ഇതിനൊക്കെ വേണ്ടി കണക്ഷൻസ് ക്രിയേറ്റ് ചെയ്യാനായിരുന്നെങ്കിൽ അക്ബർ എന്തിനാണ് റിമൂവ് ചെയ്തത്? ഭാര്യ ഉണ്ടെന്ന് പുള്ളിക്കാരി റിപ്ലൈ വന്നപ്പോഴത്തേക്കും അക്ബർ കുഡ് ഹാവ് ടോൾഡ്, ഓക്കെ ഭാര്യ ഉണ്ടെങ്കിൽ എന്താ, ഞാൻ താങ്കളെ പ്രേമിക്കാനോ അല്ലെങ്കിൽ വേറെ ഒന്നിനോ അല്ലല്ലോ വന്നത്, ഐ ജസ്റ്റ് വോണ്ട് ടു ക്രിയേറ്റ് എ ഫ്രണ്ട്ഷിപ്പ് എന്ന് പുള്ളിക്ക് പറഞ്ഞൂടെ? പുള്ളി എന്തിനാണ് അപ്പം തന്നെ പിടിച്ച് റിമൂവ് ചെയ്തത്? അപ്പോൾ അതിൽ നിന്ന് കോമൺ സെൻസ് ഉള്ള ആൾക്കാർക്ക് എന്താ മനസ്സിലാവേണ്ടത്? ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു ആഗ്രഹം, ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ ചാറ്റ് ചെയ്യായിരുന്നല്ലോ അക്ബറിന്. അക്ബർ എന്തിനാ പിടിച്ച് റിമൂവ് ചെയ്ത്? ഭാര്യ ഉണ്ടെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് വേണ്ടേ? അങ്ങനെയാണോ? ഭാര്യ ഉണ്ടെന്ന് ആൾക്കാർ അറിഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ് വേണ്ടെന്നാണോ? ആ ഒരു സെറ്റപ്പ് എനിക്ക് മനസ്സിലായില്ല. അക്ബറിന് ഭാര്യ ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴേക്കും ആ പെൺകുട്ടിക്ക് അക്ബറിനെ ഒഴിവാക്കി പോകേണ്ട യാതൊരു ആവശ്യവും ഇല്ലായിരുന്നു. നല്ല രീതിയിൽ ചാറ്റ് ചെയ്യാമായിരുന്നല്ലോ. അതിനിപ്പോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല, എനിക്കും അത് തന്നെ തോന്നുന്നത്. പുള്ളി ചാറ്റ് ചെയ്യാൻ നിന്നില്ല, പുള്ളി അങ്ങ് റിമൂവ് ചെയ്തു. ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പുള്ളി അങ്ങ് റിമൂവ് ചെയ്തു. അപ്പം പുള്ളിക്കാരുടെ ഭാഗത്തല്ലല്ലോ മിസ്റ്റേക്ക്. ഇങ്ങനെയല്ലേ നിനക്ക് അറിയേണ്ടത്? എന്നാ നീ കേട്ടോ, നീ ചെയ്തത് ശുദ്ധ തെണ്ടിത്തരം തന്നെയാണ്. ഒപ്പീനിയൻ, എനിക്ക് കൈസിൻ്റെ ഒപ്പീനിയൻ വേണ്ട. കാരണം കൈസിനെ പോലെ ഒരു വീഡിയോ കുടുംബശ്രീ എന്ന് പറയുന്ന ആളുടെ ഒപ്പീനിയൻ എനിക്ക് കേൾക്കണമെന്ന് താല്പര്യമില്ല. കൈസിനെ പറ്റി ഞാൻ തിരിച്ചങ്ങോട്ട് ഒപ്പീനിയൻ പറയാം. ഒരു കസേര ഇട്ട്, കസേരയിലാണ് എവിടെ ഇരിക്കുന്നത് എനിക്കറിയത്തില്ല, താങ്കൾ ശരിക്കും ഈ അപ്പുറത്തെ അസുറത്താത്ത് എന്താ ചെയ്യുന്നതെന്ന് കണ്ടാ? അവരെന്താണ് ചെയ്യുന്നത്? അപ്പുറത്തെ മതിലിന് അപ്പുറത്തെ പെയിൻ്റ് എന്താണ്? അവരങ്ങോട്ട് എത്തി നോക്കുന്നുണ്ടോ? ഈ രീതിയിലാണ് കൈസിരുന്ന് സംസാരിക്കുന്നത്. എൻ്റെ പൊന്നോ, ആള് ശരിയല്ലെന്ന് അനുമോള് പണ്ടേ പറഞ്ഞതല്ലേ, അവന്റെ നോട്ടം ശരിയല്ല എന്നൊക്കെ പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞോണ്ട് കുറെ ടീംസ് ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. ബ്രോ, ആ ടോണിൽ തന്നെ ഉണ്ട്. ആ ടോണിൽ തന്നെ നിങ്ങൾക്ക് കുടുംബശ്രീ ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ യു ആർ നോട്ട് എ കുടുംബശ്രീ ലവർ, യു ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് കുടുംബശ്രീ. ഈ ടോണിൽ എഴുതി വെച്ചിട്ടുണ്ട് കൈസ് ഒരു കുടുംബശ്രീയാണ്. ഇനി നമുക്ക് അടുത്ത ആളിലോട്ട് പോവാം. മൂപ്പൻസ് വ്ളോഗ്. മൂപ്പനാണോ മൂത്തനാണോ എനിക്കറിയത്തില്ല. മൂപ്പൻസിലോട്ട് പോവാം. ഐ എം നോട്ട് അറ്റ് ഓൾ എ പെർഫെക്റ്റ് പേഴ്സൺ. അതായത് നമ്മളിൽ സമൂഹത്തിൻ്റെ മുമ്പിൽ നല്ലതെന്ന് പറയുന്നതൊന്നും നല്ലതല്ലെന്നും അതോടൊപ്പം തന്നെ നല്ലതാണെന്ന് പറയുന്നത് ഒക്കെയും അതിനകത്ത് ഒരു പൊയ് ഉണ്ടെന്നുള്ളതും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. വേറെ ഒന്നും കൊണ്ടല്ല, ആരെയും വില കുറച്ച് കാണിക്കാനോ മറ്റെന്തെങ്കിലും അവരുടെ കുൽസിത പ്രവർത്തനത്തിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നൊന്നുമല്ല. ആരാണ് നല്ലത്? ആരാണ് നല്ലത്? ആരാണ് നല്ലത്? ആരും നല്ലതല്ല. എല്ലാവരും മോശം, എല്ലാവരും ശരിയല്ല, എല്ലാവരും അങ്ങോട്ട് പോ. ആദ്യം തന്നെ അങ്ങ് ജാമ്യം എടുത്ത് വെച്ചു ചേട്ടൻ. ആദ്യം തന്നെ ഞാൻ പെർഫെക്റ്റ് അല്ലെന്ന് പറഞ്ഞാൽ അങ്ങ് പ്രശ്നം തീരുമല്ലോ. എന്നാൽ പിന്നെ എനിക്ക് വീഡിയോയുടെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് ഇങ്ങനെ പറയാം, ഞാൻ പെർഫെക്റ്റ് അല്ല, പക്ഷെ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ചിലത് കേൾക്കുക, ഇതൊക്കെയാണ് ലോകത്ത് നടക്കുന്നത് എന്ന് പറയും. ഓക്കെ, അപ്പം മൂപ്പൻ ആദ്യമേ ജാമ്യം എടുത്തു. മൂപ്പൻ പെർഫെക്റ്റ് അല്ലെന്ന് നോക്കിയാൽ മൂപ്പ കുഴപ്പമില്ല. അത് കഴിഞ്ഞ് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും എന്തൊക്കെയോ പറയുന്നുണ്ട്, എനിക്കത് മനസ്സിലായില്ല. പക്ഷെ പ്രധാനപ്പെട്ട കാര്യത്തിലോട്ട് പോവാം. ഇവിടെ ഇത് 2025 അദ്ദേഹത്തിൻ്റെ വൈഫുണ്ട്. അദ്ദേഹത്തിൻ്റെ വൈഫിനെ കുറിച്ച് എന്താണ് അഭിപ്രായം നമുക്കറിയോ? അദ്ദേഹത്തിൻ്റെ ലെഷർ ടൈമിൽ അദ്ദേഹത്തിന് മറ്റേ സ്ട്രേഞ്ചേഴ്സിനോട് നല്ല രീതിയിൽ സംസാരിക്കുകയും മിണ്ടുകയും. ഇത് നമ്മുടെ സ്ട്രേഞ്ചർ, ഇപ്പോൾ എൻ്റെ കുറേ അധികം സുഹൃത്തുക്കളുണ്ട്, അവർ സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള കുറേ അധികം ട്രാവലിംഗ് ഒക്കെ നടത്തുന്നുണ്ട്. എന്നെയും വിളിച്ചിട്ടുണ്ട്, അഥവാ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ആണും പെണ്ണും തമ്മിൽ സംസാരിക്കുന്നതിനൊക്കെ നമ്മൾ ആ തരത്തിൽ കാണും. ആണും പെണ്ണും സംസാരിക്കുന്ന ആ തരത്തിൽ കാണുന്നില്ല. ഓക്കെ, താങ്കളെ ട്രാവൽ ചെയ്യാൻ വിളിച്ചിട്ടുണ്ട് സ്ട്രേഞ്ചേഴ്സ് എന്ന് പറയുന്നു. പക്ഷേ ഈ ടിൻഡറിൽ കയറിയിട്ടാണോ സ്ട്രേഞ്ചേഴ്സിനെ കണ്ടുപിടിക്കുന്നത്? അല്ലെങ്കിൽ ഒരു മാരീഡ് ആയിട്ടുള്ള ആൾ, ഞാൻ ചോദിക്കട്ടെ, ഇത്ര പ്രോഗ്രസീവ് ആയിട്ടുള്ള ആൾക്കാരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞു, നിങ്ങൾ രാവിലെ ഉറക്കം എണീക്കുന്നു, ഓക്കെ, ഭാര്യയും ഭർത്താവ് ഇരിക്കുന്നു, എന്നിട്ട് നിങ്ങൾ ടിൻഡറിലോ, ഭാര്യ ടിൻഡർ എടുക്കുക, ഭർത്താവ് ബമ്പിൾ എടുക്കുക, നിങ്ങൾ അങ്ങോട്ടും കൂടി ഇരുന്ന് സ്വൈപ്പ് ചെയ്ത് നല്ലൊരാളെ കണ്ടുപിടിക്കുക, സ്വൈപ്പ് ചെയ്തു, നിങ്ങൾ കണക്ഷൻ അങ്ങ് ക്രിയേറ്റ് ചെയ്തു, ഫ്രണ്ട്സ്, ഓക്കെ, ഫ്രണ്ട്സ്, ഓൺലി ഫ്രണ്ട്സ്. എന്നിട്ട് നിങ്ങൾ പറയുന്നു ഭാര്യ വേറെ ഒരാളുടെ കൂടെ ചായ കുടിക്കാൻ വന്നു, ഭർത്താവ് എവിടെ പോകണം? ഭർത്താവ് മറ്റേ പെണ്ണിൻ്റെ ഷോപ്പിങ്ങിന് പോകുമെന്ന് വിചാരിക്കുക. അപ്പം നിങ്ങൾ രണ്ട് മേഖലയ്ക്ക് രാവിലെ എണീറ്റിട്ട് ഭാര്യ പറയണം, എടാ എൻ്റെ
ബംബ്ലിയിൽ നിന്നുള്ള ആൾ പറഞ്ഞു ചായ കുടിക്കാൻ വിളിച്ചിട്ടുണ്ട്, ഞാൻ പോയിട്ട് വരട്ടെ. അപ്പോൾ ഭർത്താവ് ഓക്കെ ബൈ, എന്നെ മറ്റേ പെണ്ണ് വിളിച്ചിട്ടുണ്ട് ടിൻഡറിൽ നിന്ന്, ഞാൻ പോയി ഡ്രസ്സ് എടുത്തിട്ട് വരട്ടെ, ഓക്കെ പോയിട്ട് വാ എന്ന് പറഞ്ഞ് രണ്ടുപേരും രണ്ട് വഴിക്ക് പോകും. അത് നോർമലൈസ് ചെയ്യുമെന്നാണോ മൂപ്പൻ പറയുന്നത്? എനിക്ക് അത്ര നോർമലൈസ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമല്ല. ഞാൻ അത്രയും പ്രോഗ്രസീവ് അല്ല. ഞാൻ പഴഞ്ചിലാണെന്ന് നിങ്ങൾ വിളിച്ചോ, ബട്ട് ഐ എം നോട്ട് ദാറ്റ് പ്രോഗ്രസീവ്. എനിക്കിതൊന്നും അങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കല്യാണം കഴിഞ്ഞ ആൾക്കാർ ഇത് ചെയ്യുന്നതിനോട് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കല്യാണം കഴിയാത്ത ആൾക്കാർ എത്ര വേണമെങ്കിൽ ഡേറ്റിന് നോക്കുമോ, ആരെ വേണമെങ്കിൽ പരിചയപ്പെട്ടോ, നോ സീൻ. പക്ഷേ ഇത് ഞാൻ യോജിക്കത്തില്ല. 2025 ആണെന്ന് വെച്ചിട്ട് എല്ലാം നോർമലൈസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് മൂപ്പൻ. ലോകത്തുള്ള ഈ കല്യാണം കഴിഞ്ഞവർ മറ്റുള്ള എല്ലാവരും വളരെ പെർഫെക്റ്റ് ആയിട്ട് പോകുന്ന ആൾക്കാരാണെങ്കിൽ ഇവിടെ നമ്മൾ കാണുന്ന പല കാര്യങ്ങളും ഇന്ന് കാണത്തില്ല. അപ്പോൾ താങ്കൾ പറയുന്നത് കല്യാണം കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് പോകണ്ട എന്നാണോ? അങ്ങനെ പോകാത്തതുകൊണ്ട് ഒരു പ്രശ്നമില്ലെന്നാണോ? അത് നോർമലൈസ് ചെയ്യണോ? ഏതാ മൂഡ്? മൂപ്പൻ്റെ മൈൻഡ് തന്നെ കേട്ടോ. പുള്ളി എന്നെ ബോധിപ്പിക്കുന്ന കാര്യമില്ല. ബട്ട് പുള്ളി എന്തിനാണോ ഈ ടിൻഡർ യൂസ് ചെയ്യുന്നുള്ള കാര്യം എന്തിനാ ഫസ്മിനെ അറിയിക്കുന്നേ? എന്തിനേ? മൂപ്പൻ എന്താണ് മൂപ്പ, ബോധം ഇല്ലേ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ അതിൽ പറയുന്നത് എന്താ, എന്നെ ബോധിപ്പിക്കേണ്ട കാര്യമില്ലെന്നാ. എന്നിട്ട് മൂപ്പൻ നേരെ ഉൾട്ട ചോദിക്കുക, താങ്കൾ എന്തിനാ ബോധിപ്പിക്കുന്നതെന്ന്. മൂപ്പൻ വീഡിയോ കാണാണ്ടാണ്, എത്തുമുറിയും എടുത്തിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ഫുള്ള് ഇരുന്ന് കണ്ട് പ്രോസസ്സ് ചെയ്ത് മനസ്സിലാക്കുക, എന്നിട്ട് വേണ്ട ചെയ്യാൻ. പക്ഷേ ഞാൻ ബോധിപ്പിക്കണ്ടെന്ന് പറഞ്ഞ കാര്യം എന്തിനാ എന്നെ ബോധിപ്പിക്കണമെന്ന് മൂപ്പൻ ചോദിക്കുന്നു. എന്താണ് മൂപ്പ? ഫസ്മിന ഈ ഒരു ടിൻഡർ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഫസ്മിന എന്തിനാണ് അത് യൂസ് ചെയ്യുന്നത്? ടിൻഡറിനെ കുറിച്ചൊക്കെ ഒരാൾ വന്ന് പറഞ്ഞു നിങ്ങൾ പറഞ്ഞ കാര്യം വെച്ചിട്ട് ഇതിനകത്ത് ടിൻഡറിനെ കുറിച്ച് വ്യക്തമായ ക്ലാസ് വരെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് ഈ ഒരു ആപ്പ്, നിങ്ങൾ ഇതിനകത്ത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നിങ്ങളുടെ ഉദ്ദേശം ഇതിനകത്ത് എന്താ? ഞാൻ പറയും ഇയാൾക്ക് തലയ്ക്ക് വെളിവില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. ഞാൻ ടിൻഡർ ഉപയോഗിച്ചിട്ടില്ല മനുഷ്യ, അല്ലയോ മനുഷ്യ. ഞാൻ എത്ര വട്ടം എൻ്റെ വീഡിയോയിൽ പറഞ്ഞു ഞാനല്ല ടിൻഡർ ഉപയോഗിച്ചേക്കുന്നത്, എൻ്റെ പ്രൊഫൈലും അല്ല, എനിക്ക് അതിനകത്ത് പ്രൊഫൈലും ഇല്ല. ഇനി ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് അറിയിക്കാം, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്തുകൊണ്ട് പോവാ. ഞാൻ ഉപയോഗിക്കാത്ത പ്രൊഫൈൽ എൻ്റെ അതൊന്നും വിളിച്ച് കൂവല്ലേ, ശോകമാണ്. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഓൺലി ഫാൻസ് എന്ന് പറയുന്ന ലോകത്തിലെമ്പാടും പറയുന്ന ഈ പറഞ്ഞ പരിപാടി എല്ലാം നടക്കുന്ന ഒരു ഏരിയ ഉണ്ട്. ആ ഓൺലി ഫാൻസിൻ്റെ അകത്ത് പോലും നല്ല രീതിയിൽ മ്യൂസിക് പാട്ട് പാടുന്നവരുണ്ട്, നല്ല പല കലാപ്രവർത്തനങ്ങളും. ഇദ്ദേഹം ഒരു ഗായകനാണ്. ഇദ്ദേഹത്തിന് അതിനകത്ത് ഒരുപാട് പേയ്മെന്റ് കിട്ടുവാണെങ്കിൽ അതിനകത്ത് പാട്ട് പാടി എന്താ പ്രശ്നം? എൻ്റെ പൊന്നോ, മൂപ്പര് സോ ഡെവലപ്ഡ്. പേര് പോലെ ഒന്നുമല്ല, ജെൻസിനേക്കാളും അത്രയും ഡെവലപ്മെൻറ്റ് കയറി എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഒൺലി ഫാൻസ് എന്ന് പറയുന്നത് അതിനെ വേണമെങ്കിൽ നമുക്കൊരു പോൺ സൈറ്റിൽ നിന്ന് വിളിക്കാം, മനസ്സിലായോ? കാരണം അത്രയും കുൽസിതം നടക്കുന്ന ഒരു സൈറ്റാണത്. അതിൽ കയറി പാട്ട് പാടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതിൽ പാട്ട് പാടിക്കൂടെയെന്ന് ചോദിച്ചാൽ ഞാൻ എന്താ മൂപ്പ പറയാം? അപ്പോൾ ടിൻഡറിൽ അക്ബർ പാട്ട് പാടാൻ കയറിയതാണെന്നാണോ മൂപ്പൻ പറയുന്നത്? അല്ലെങ്കിൽ ഗാനമേള നടക്കുന്നുണ്ടായിരുന്നോ ടിൻഡറിൽ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഒൺലി ഫാൻസ് വരെ നോർമലൈസ് ചെയ്യുകയാണ്. ഓ മൈ ഗോഡ്, സീരിയസ്ലി. ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഭാര്യയ്ക്ക് ഡാൻസ് കളിക്കാൻ കഴിവുണ്ടെന്ന് പറഞ്ഞ് ഭാര്യ എന്നെ ഒൺലി ഫാൻസിൽ കയറ്റി വിടുവോ? ഇല്ലല്ലോ. എൻ്റെ പൊന്നി, എനിക്ക് ആ വീഡിയോയിൽ എനിക്ക് പിന്നെ ഒന്നും പറയാനില്ല. കാരണം പുള്ളി പറയുന്ന കാര്യങ്ങളൊക്കെ ഏകദേശം ഇങ്ങനെ തന്നെയാണ്. നമുക്കിനി അടുത്ത എൻ്റെ താത്തയിലോട്ട് പോകാം. താത്താനെ വിട്ടിട്ടുള്ള ഒരു കളി ഇല്ല എൻ്റെ ജീവിതത്തിൽ. താത്ത ഈസ് മൈ ഫേവറേറ്റ്. സോ നമുക്ക് നേരെ താത്തയിലോട്ട് പോവാം. ഫസ്മിനെയാണത്, മറ്റു വേറൊരു പെണ്ണല്ല. അവള് തന്നെയാണ് ചെയ്തത്, ഹണി ട്രാപ്പുകാരിയാണ്. ഫസ്മിന തന്നെയാണ് അത് ചെയ്തേക്കുന്നത്. ഞാൻ ഹണി ട്രാപ്പ് വരെയാണെന്ന്. എന്ത് ഹണി ട്രാപ്പാണ്, എന്ത് തേൻപിടുത്തമാണ് ഞാൻ ചെയ്തത്? എനിക്ക് മനസ്സിലാവുന്നില്ല. താത്താടെ വീഡിയോ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങളൊക്കെ വിചാരിക്കും എനിക്ക് താത്താടെ വീഡിയോ കാണുമ്പോൾ ദേഷ്യം വരുന്നു. ബട്ട് ഒബ്വിയസ്ലി എനിക്ക് ചിരിയാണ് വരുന്നത്. എനിക്ക് ചിരിക്കാൻ തോന്നുമ്പോൾ ഞാൻ താത്താടെ മുഖവും താത്താടെ വീഡിയോ ആണ് കാണാറ്. താത്താടെ ഓരോ കാര്യങ്ങൾ പറയുന്ന എക്സ്പ്രഷൻ, താത്താടെ സംസാരിക്കുന്ന രീതി, ഇറ്റ്സ് സോ ഫണ്ണി. സത്യം പറഞ്ഞാൽ കോമഡിയാണ് പുള്ളിക്കാരി. ശുദ്ധ വിഡ്ഢിത്തരം പറയുമ്പോഴും ആ കോൺഫിഡൻസ് മുഖത്ത് നിങ്ങൾ കേൾക്കണം. ഫസ്മിനെ ആണോ സംസാരിക്കുന്നത് ടിൻഡറിൽ? താത്ത അത് കണ്ടു. ഹണി ട്രാപ്പ് ബ്ലാക്ക് മെയിലിംഗ് ചെയ്യുന്നു, എന്നെ ഇങ്ങനെ നാറ്റുമെന്ന് പറഞ്ഞ് എന്നെ കോൺടാക്ട് ചെയ്തിട്ടെന്ന് പറഞ്ഞിട്ട് ബ്ലാക്ക് മെയിലിങ്ങിന് അവർക്ക് കേസ് കൊടുക്കുക. ബ്ലാക്ക് മെയിലിങ്ങിന് കേസ് കൊടുക്കുന്നത്. ഞാൻ എന്താണ് ബ്ലാക്ക് മെയിൽ ചെയ്തത്? അത് ഞാൻ കണ്ടു. ഞാൻ ബ്ലാക്ക് മെയിൽ ചെയ്തത്, ഞാൻ എവിടെയാണ് ബ്ലാക്ക് മെയിൽ ചെയ്തത്? നിങ്ങൾക്ക് തോന്നുന്നതാണ്. ഞാൻ എൻ്റെ ഇതിൽ ഞാൻ പറഞ്ഞത്, ഞാൻ അക്ബറിനോട് പറഞ്ഞത് ഞാൻ എക്സ്പോസ് ചെയ്യും. അതായത് താങ്കൾക്ക് അതിന് മുന്നേ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ഇത് എൻ്റെ അക്കൗണ്ടാണ്, എൻ്റെ ഭാര്യയായിട്ട് ഞാൻ ഓപ്പൺ റിലേഷനിലാണ്, അല്ലെങ്കിൽ ഞാൻ പുള്ളിക്കാരായിട്ട് മോശമായിട്ട് സംസാരിച്ചിട്ടില്ലല്ലോ, എന്തെങ്കിലും ഒരു എക്സ്പ്ലനേഷൻ അക്ബർ തന്നിട്ടില്ല. തരാത്ത പക്ഷം ഞാൻ വീഡിയോ ചെയ്തു. അല്ലാണ്ട് ഞാൻ അവിടെ ആരെയും ഭീഷണിപ്പെടുത്തിയിട്ടില്ല. എൻ്റെ ഭീഷണിയുടെ സ്വരം എവിടെയാണ് വന്നത്? ചാറ്റിൽ എവിടെയാണ് ഭീഷണി വരുന്നത്? ഞാൻ വോയിസ് അയച്ചോ? ഊമയായിട്ടുള്ള മെസ്സേജിൽ എവിടെയാണ് നിങ്ങൾ എൻ്റെ ഭീഷണിയുടെ സ്വരം മുഴുങ്ങുന്നത് കേട്ടത്? താത്ത നമ്പറിലേക്ക് ഫെസ്മിനെ വിളിക്കുന്നു. ഫെസ്മിന ഞാൻ നിങ്ങളെ ആളുകളെ എക്സ്പോസ് ചെയ്യുന്ന ആളെന്ന് പറയുന്നു. അവിടെ ഒരു ത്രെട്ട് ഉണ്ട്, മീൻസ് അവൾ പറഞ്ഞതിനകത്ത് ഒരു ചെറിയ രീതിയിലൊരു ഭയപ്പെടുത്തലുണ്ട്, ഒരു ഭീഷണിയുണ്ട്. ഭീഷണിപ്പെടുത്തി അക്ബറിനെ ഞാൻ.
നാളെ ടൈറ്റിൽ എന്താണ് സഫീന താത്ത ഇട്ടേക്കുന്നത്? ഞാൻ അത് ശ്രദ്ധിക്കാൻ വിട്ടുപോയിട്ടോ. ടൈറ്റിൽ എന്താണെന്ന് ഞാൻ ഒന്ന് നോക്കട്ടെ. ഹണി ട്രാപ്പുകാരി ഫെസ്മിന. ആദ്യമേ താത്ത അടുത്ത വട്ടം വീഡിയോ ഇടുമ്പോൾ ഫസ്മിന എന്നാക്കണം. ഫെസ്മിന അല്ല, ഓക്കെ, ഫസ്മിന. ഹണി ട്രാപ്പുകാരി ഫസ്മിന. കൊള്ളാം. ഫസ്മിനയുടെ ഭീഷണികളാണ് താത്ത ഇവിടെ വെളിപ്പെടുത്തുന്നത്. താത്ത കണ്ടുപിടിച്ചല്ലേ? എനിക്കത് ഞാൻ ഓർത്തു ആരും കണ്ടുപിടിക്കത്തില്ലെന്ന്, പക്ഷെ താത്ത അത് കണ്ടുപിടിച്ചു. മേ ബി ഇത് കാര്യമായിട്ട് പോലീസ് എടുക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് എവളെ പിടിച്ച് പുറത്താക്കാനുള്ള വഴിപാടിയും ഉണ്ട് അതിനകത്ത്. ആ കാര്യത്തിൽ എനിക്ക് ഒരു പേടിയില്ല എന്നെ സോഷ്യൽ മീഡിയയിൽ നിന്ന് പുറത്താക്കുന്നത്. കാരണം താത്ത ഉള്ളിടത്തോളം കാലം നമ്മളൊന്നും പുറത്താക്കാൻ പറ്റത്തില്ല. താത്ത പോയില്ലെങ്കിൽ പിന്നെ ആര് പോകും? ഇത്രയും വന്ന് ഡയലോഗ് അടിക്കുന്ന ഈ തള്ള ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളൊക്കെ പോകുമോ? ഒന്ന് ആലോചിച്ച് നോക്കി. സോറി പറഞ്ഞ് സുല്ലിടുന്നതായിരിക്കും ഫെസ്മിനയ്ക്ക് നല്ലത്. എല്ലാവരുടെ കളിച്ചാണൊക്കെ ആയിരിക്കത്തില്ല. സോറി, എൻ്റെ പ്രേക്ഷകരോടും ഞാൻ എല്ലാവരോടും ഞാൻ സോറി പറയുകയാണ്. ഞാൻ ചെയ്തത് അത്രയും വലിയ തെറ്റാണ്, ശുദ്ധ തെണ്ടിത്തരമാണ് ഞാൻ ചെയ്തേക്കുന്നത്. നിങ്ങളെല്ലാവരും പൊറുക്കണം. ഞാൻ ഏത്തമിടണോ? എന്താണ് ഞാൻ ചെയ്യേണ്ടത്? മാപ്പ് താത്ത, മാപ്പ് താത്ത, മാപ്പ് പ്ലീസ്, എന്നോട് ക്ഷമിക്കണം. നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം, ഓക്കെ? ഈ വീഡിയോ കാണുന്ന എല്ലാവരും എന്നോട് ക്ഷമിക്കണം ദയവ് ചെയ്ത്. എനിക്ക് പേടിയാണ്, പേടിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം എനിക്ക് ഭീഷണികളുണ്ട് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ. ബാക്കി കേൾക്കാം. പിന്നെ തെറി വിളിക്കുന്ന, വൃത്തികേട് പറയണ, വേറും അതായത് ആണുങ്ങൾ പോലും കേട്ടാൽ അറയ്ക്കണ തെറിയാണ് അവള് വിളിച്ചിട്ടുള്ളത്. ചുമ്മാ ഇരിക്കുന്ന തന്നെയാണേ. ഞാൻ അങ്ങോട്ട് പോയിട്ട് ഒന്നിനും പോയിട്ടില്ല. ഇങ്ങോട്ട് ഒന്ന് തള്ളച്ചീന്ന് വിളിച്ച് തുടങ്ങി. ചുമ്മാ ഇരിക്കുന്ന തന്നെയാണ് തെറി വിളിച്ചത്. ചുമ്മാ ഇരിക്കുന്ന താത്ത വിളിക്കുന്ന തെറികൾ ഏത് രീതിയിലുള്ള തെറികളാണ് എൻ്റെ യൂട്യൂബ് വീഡിയോയിൽ നിങ്ങൾ കണ്ടറിയാം. ചുമ്മാ ഇരിക്കുന്ന താത്തായ ചുമ്മാ എന്നെ അങ്ങോട്ട് തെറി വിളിച്ചോളൂ. അതിൽ ചുമ്മാ ഇപ്പം എത്ര എന്താ റിയാക്ട് ചെയ്യാളെ അല്ലേ താത്ത? ചുമ്മാ എല്ലാം ചുമ്മാ ആണ് താത്താക്ക്. ഓഫ് പോഞ്ഞോ. പിന്നെ ഇവർക്ക് നല്ല സൈബർ ടീമുണ്ട്. അവര് മേനക്കെട്ട് വന്ന് ബാഡ് കമന്റ് ഇടും. വേറെ ഇത്രയും വൾഗർ കമന്റ്സ് വേറെ ആരും ഇടത്തില്ല. അതും വളരെ മോശപ്പെട്ട കമന്റ്സ് ആണ്. 3rd ക്ലാസ് ലേഡിയാണ് ഈ സ്ത്രീ. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ത്രീ പറയണത് വിശ്വസിക്കാനും മാത്രം മന്ദബുദ്ധി എനിക്കില്ലാത്തത് കൊണ്ടാണ്. അക്ബറിന്റെ കേസായിരുന്നു, എനിക്ക് അയാളെ ഇഷ്ടമല്ല, എന്നിട്ട് പോലും എനിക്കിത് വിശ്വസിക്കാൻ ഭയങ്കര പ്രയാസമായിരുന്നു. ഇപ്പൊ ഇങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ നോട്ട് വന്ന സ്ഥിതിക്ക് അക്ബർ ഇന്നസെന്റ് ആണെന്നാണ് എൻ്റെ ഒരു തോന്നല്. 1 സ്റ്റാൻഡല്ല, 2 സ്റ്റാൻഡല്ല, 3 സ്റ്റാൻഡല്ല, എത്ര സ്റ്റാൻഡുണ്ട് താത്തയ്ക്ക്? എന്തൊക്കെയാണ് വിളിച്ചു പോകുന്നത്? അക്ബറിന് ഇഷ്ടമല്ലെന്ന് പറയുന്നു, പിന്നെ അക്ബർ ഇന്നസെൻ്റാന്ന് പറഞ്ഞു, പിന്നെ ബാക്കി വീഡിയോ നിങ്ങൾ മൊത്തമായിട്ടിരുന്ന് കണ്ടാൽ പിന്നെയും കുറച്ചിരുന്ന് അക്ബറിനെ കുറ്റം പറയുന്നു, പിന്നെ അത് കഴിഞ്ഞ് അക്ബർ നല്ലതാന്ന് പറയുന്നു. ഇവർക്ക് പറയുന്നതിന് ഒരു ബോധമില്ല തള്ളയ്ക്ക്. പ്രായം എന്നെന്ന് തോന്നുന്നു, അമ്നീഷ്യ പിടിച്ചിട്ടുണ്ട് നിങ്ങൾക്ക്, മറവിയുണ്ട് നിങ്ങൾക്ക്. നിങ്ങൾ വെറുതെ ഇരിക്കും. ഞാൻ പറയുന്നത് നിങ്ങൾ റെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് പിള്ളേരൊക്കെ ഇല്ല, നിങ്ങൾ കുറച്ച് റെസ്റ്റ് എടുക്കുക. നിങ്ങൾ ഈ പരിപാടി നിങ്ങൾ എന്തിനാണ് ചെയ്യുന്നത്? പിന്നെ നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സുഖം കിട്ടണമെങ്കിൽ ചെയ്തോട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. 3rd ക്ലാസ് പരിപാടിയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഏത് ക്ലാസ്സാണ്? നിങ്ങൾക്ക് ക്ലാസ് പോലും ഇല്ല, മനസ്സിലായോ? ക്ലാസ്സിൽ പോലും കൂട്ടാൻ പറ്റത്തില്ല നിങ്ങളെ. ആ ലെവലിലാണ്. നിങ്ങളെ ഞാൻ തെറി വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് അർഹിക്കുന്നുണ്ട്. ഞാൻ ഇത്രയും നാളായിട്ട് ഞാൻ ഒരു കണ്ടന്റ് ക്രിയേറ്ററിനെയും പോയി തെറി വിളിച്ചിട്ടില്ല. പക്ഷെ നിങ്ങളെ കണ്ടന്റ് ക്രിയേറ്റർ, ഇൻഫ്ലുവൻസർ ഒരു മേഖലയിലും പെടുത്താൻ പറ്റത്തില്ല. വെറുതെ ഇരുന്ന് ഡയലോഗ് അടിക്കുന്ന ഒരു പുള്ളിക്കാരി, ഒരു താത്ത, ഒരു മൈ ഡിയർ താത്ത. ആ മൈ ഡിയർ താത്താക്ക് എനിക്ക് ഇത്രയും ബഹുമാനമേ തരാൻ പറ്റത്തുള്ളൂ. ഞാൻ അങ്ങനെ തന്നെ ബഹുമാനിക്കത്തുള്ളൂ. ഇനി അങ്ങോട്ടും ഞാൻ ആ റെസ്പെക്റ്റേ തരത്തുള്ളൂ. അല്ലാണ്ട് നിങ്ങൾ എന്നെക്കാളും കുറച്ച് 30 വയസ്സ് കൂടുതലാന്ന് പറഞ്ഞിട്ട് എനിക്ക് നിങ്ങളെ ബഹുമാനിക്കാൻ പറ്റത്തില്ല നിങ്ങളുടെ ക്ലാസ് വെച്ചിട്ട്. ഈ പെണ്ണിനെ ഇങ്ങനെ വയറൂരി വിട്ടാൽ റീച്ചിന് വേണ്ടി ഇവൾ ഏതറ്റം വരെയും പോകും. തുണി പൊക്കി കാണിച്ചോണ്ട് വരാതിരുന്നാൽ മതിയായിരുന്നു. അതും നടക്കുന്നുണ്ടാവും. എന്താണ് താത്ത, എന്ത് ക്ലാസ് വർത്താനാണ് താത്ത പറയുന്നത്? വീഡിയോയുടെ മുന്നിൽ വന്നിട്ട് ഞാൻ തുണി പൊക്കി കാണിക്കുന്നോ? ഞാൻ എവിടെയാണ് തുണി പൊക്കി കാണിച്ചത് താത്ത? ഇങ്ങനെയൊന്നും എന്നെ പറ്റി പറയരുത്, എനിക്ക് സങ്കടമാവും. ഈ കാണുന്ന വൃത്തികെട്ട ആപ്പിലൊക്കെ മെമ്പർഷിപ്പ് ഉള്ള ആളല്ലേ, അപ്പം മിക്കവാറും ഇതൊക്കെ തന്നെ ആയിരിക്കും. എനിക്ക് മെമ്പർഷിപ്പ് ഉണ്ടെന്ന്. അപ്പോൾ താത്ത ടിൻഡർ ഉപയോഗിക്കുന്നുണ്ടോ? എനിക്ക് മെമ്പർഷിപ്പ് ഉണ്ടെന്ന് പറയാൻ ഞാൻ പറഞ്ഞില്ല. ഇവർക്ക് സത്യം പറഞ്ഞാൽ ഇവരുടെ വീഡിയോ എനിക്ക് റിയാക്ട് ചെയ്യാൻ താല്പര്യമില്ല. പക്ഷെ ഇവർ പറയുന്ന കാര്യങ്ങൾ കേട്ട് എങ്ങനെ റിയാക്ട് ചെയ്യേണ്ടിയിരിക്കുക? എനിക്ക് മെമ്പർഷിപ്പ് ഉണ്ടെന്ന്. ഇത് വല്ല സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും പോലും എനിക്ക് മെമ്പർഷിപ്പില്ല. എൻ്റെ ഫോണിൽ എനിക്ക് ആകെ മെമ്പർഷിപ്പ് ഉള്ളത് സ്പോട്ടിഫൈയിലാണ്. അത് പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അക്ബറൊക്കെ പാടുന്ന പാട്ടുകൾ പോലെ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്പോട്ടിഫൈയിൽ മെമ്പർഷിപ്പ് എടുത്തത്. അല്ലാണ്ട് എനിക്ക് മെമ്പർഷിപ്പ് ഇല്ല താത്ത ടിൻഡറിൽ. പിന്നെ ഇവർ അറിയാത്ത കാര്യങ്ങൾ വിളിച്ചു പോകുന്നു. സത്യം പറഞ്ഞാൽ നിങ്ങൾക്കെതിരാണ് കേസ് കൊടുക്കുന്നത്. ഒരാളെ പറ്റി ഇല്ലാത്ത കാര്യം ഇരുന്ന് വാ തൊരാതെ ഇരുന്ന് സംസാരിക്കുന്നു. കിളവി വന്നിട്ട് ഒരു വലിയ ജിമിക്ക് കമ്മലും. ബാക്കി കേൾക്കാം. എക്സ്പോസ് ചെയ്യാനായിട്ട് വന്ന് സ്വയം എക്സ്പോസ് ആയ ഒരു ഹൂള പെണ്ണ്, അത്രയും എനിക്ക് ഇതിനകത്ത് മനസ്സിലായി. എനിക്ക് മനസ്സിലായത് ആൾക്കാരെ കരിവാരി തേക്കുന്ന ഒരു ആ വാക്കിനെ ഉപയോഗിക്കുന്നതിനെ കുറച്ച് ആലോചിച്ചാൽ എനിക്കതിന് കിട്ടുന്നത് ഒരു പെണ്ണുമ്പിള്ള എന്ന് ഞാൻ പറയാം. ആൾക്കാരെ പറ്റി വാതൊരാതെ ഇരുന്ന് കൊണയടിക്കുന്ന ഒരു പെണ്ണുമ്പിള്ള ഇത്രയും ഞാൻ അവരെ പറ്റി പറയുന്നുള്ളൂ. അതുകൊണ്ട് എനിക്ക് അവരെ റിയാക്ട് ചെയ്യാൻ സത്യം ഞാൻ പറഞ്ഞല്ലോ, പഴയ വീഡിയോയിൽ ഞാൻ പറഞ്ഞു റിയാക്ട് ചെയ്യാൻ താല്പര്യമില്ല. ബട്ട് ദ വേ ഷീ സ്പീക്സ് ഇസ് സോ ഇൽ.
അപ്പോൾ നമുക്ക് അടുത്തതിലോട്ട് പോവാം. ഇനിയാണ് നമ്മൾ ആസ്ട്രോളജറിലോട്ട് പോകുന്നത്. ഇയാൾ നിങ്ങൾ അധികം റീച്ചില്ല ഈ വീഡിയോയ്ക്ക്, എന്നാലും ഇയാളുടെ വീഡിയോയുടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം അയാൾ എന്നെ മൊത്തത്തിൽ അത്ര എക്സ്പോസ് ചെയ്തിട്ടുണ്ട്. ഇത് ഫസ്മിനയുടെ ഒരു ട്രാപ്പാണ്, ഒരു ഉടായിപ്പാണ് എന്ന് പറയുന്നുണ്ട്. ഫസ്മിനോട് ഉടായപ്പോൾ അയാൾ പൊക്കി. ഉയ്യോ, ആ ചാറ്റ് എക്സ്പോസ് ചെയ്തെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരു അജണ്ട ഉണ്ടെന്ന് തോന്നിയിട്ടാണ്. ഫസ്മിനാക്ക് അജണ്ട ഉണ്ട് കേട്ടോ ഈ ചാറ്റ് പൊക്കിയതിൻ്റെ. ഇതെല്ലാം ഇയാൾ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇതെല്ലാം അജണ്ട ഉണ്ട്, ഇതിൻ്റെ പുറകിൽ എന്തൊക്കെയോ വലിയ കാര്യങ്ങളുണ്ട്. എന്നെ എക്സ്പോസ് ചെയ്യാൻ പോവാണ്. എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞു എൻ്റെ പൊന്നോ. എന്താണ് അജണ്ട? അതാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. എന്താണ് അജണ്ട? സംസാരിച്ചിട്ടില്ലേ ഇതുവരെ? അപ്പോൾ ഇത്ര നേരമായിട്ട് സംസാരിച്ച് എത്തിയിട്ടില്ലേ? ഞാൻ നിങ്ങളെ എക്സ്പോസ് ചെയ്യാൻ പോകുന്നു. അതൊരു തരം ഭീഷണിയായിരുന്നു. നിങ്ങളുടെ ടിൻഡറിനകത്തുള്ള പരിപാടികൾ ഞാൻ എക്സ്പോസ് ചെയ്യാൻ പോകുന്നു. അതൊരു തരം ഭീഷണിയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഞാൻ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറയാം. സോ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അയ്യോ, വീഡിയോ തുടങ്ങിയിട്ടില്ലായിരുന്നോ? സസ്പെൻസ് മൊത്തം വെച്ചിട്ട് സബ്സ്ക്രൈബിലോട്ട് പോയി. അയ്യോ, ചേട്ടന് റീച്ച് വേണ്ടായിരിക്കുമല്ലേ? വെറുതെ വീഡിയോ എന്നെ പറ്റി പറയാൻ വേണ്ടി മാത്രം വീഡിയോ ഇട്ടായിരിക്കും. അല്ല, വീഡിയോ ഇത്രയും തീവ്രതയിലോട്ട് നമ്മൾ ഇങ്ങനെ എത്തിക്കഴിഞ്ഞിട്ട് സബ്സ്ക്രൈബ് എന്ന് പറയുമ്പോഴത്തേക്കും എന്തോ ഒരു മിസ്റ്റേക്ക് ഇല്ലേ? പോട്ടെ, ചേട്ടൻ എന്താ പറയാനുള്ളതെന്ന് കേൾക്കട്ടെ. കണിയാൻ അയാൾക്ക് പേരിടാം. കണിയാൻ പറയൂ. എന്തുകൊണ്ടാണ് എനിക്ക് ഇത് ഫസ്മിന തന്നെയാണ് ഈ ചാറ്റ് ചെയ്തത്, അക്ബറിനോട് ചാറ്റ് ചെയ്തത് ഫസ്മിന തന്നെയാണ് എന്ന് എന്തുകൊണ്ട് ഞാൻ പറയുന്നു? അല്ലെങ്കിൽ ഫസ്മിന ഒപ്പം ഇരുന്നുകൊണ്ട് ആരെയോ കൊണ്ട് ഈ ചാറ്റ് ചെയ്യിപ്പിക്കുന്നു. ഓ മൈ ഗോഡ്, ആദ്യം പറയുന്ന ഫസ്മിനാണ്, പിന്നെ പറയുന്ന ഫസ്മിനെ ഒപ്പം എടുത്തി. മോളെ നീ എടുത്ത് ചാറ്റ് ചെയ്യടിയെന്ന് പറഞ്ഞ് ആരെയോ കൊണ്ട് ഞാൻ ചാറ്റ് ചെയ്യിപ്പിച്ചു എന്നാണ് കണിയാൻ പറയുന്നത്. എല്ലാം നോം പറയുന്ന പോലെ കേട്ടോ. ബാക്കി കേൾക്കാം. മനസ്സിൽ തോന്നിയൊരു പോയിന്റ്, അക്ബറിന് ഒരു മോശം ഇന്റൻഷൻ ഉണ്ടായിരുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഒരുപക്ഷെ അക്ബർ ഒരു സിംഗറാണ്, ഒരുപാട് ആളുകളിലേക്ക് എത്താൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കാം അത്. ഞാൻ പറയുന്ന കാര്യമാണ്, സത്യമാവണമെന്നില്ല. അവിടെ എൻ്റെ പൊന്നു മോനെ, മണ്ടത്തരം പിന്നെ ഇരുന്ന് പറയില്ലേ. ടിൻഡർ ഒരു ഡേറ്റിംഗ് ആപ്പാണ്. അവിടെ പാട്ട് പാടാൻ മ്യൂസിക്കൽ നൈറ്റ് നടത്താൻ പറ്റത്തില്ല. അവാർഡ് ഷോ ഒന്നും ഇല്ല ടിൻഡറിൽ ഡേറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. ഈവൻ വോയിസ് അയക്കാൻ പോലും മര്യാദയ്ക്ക് പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പാട്ട് പാടാൻ ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലായില്ല. എങ്ങനെയാണ് നിങ്ങൾ പാട്ട് പാടാൻ ഉദ്ദേശിക്കുന്നത് കുട്ടാ? മ്യൂസിക്കൽ നൈറ്റ് നടക്കുന്ന പ്രോഗ്രാം അല്ല അത്. അങ്ങനെ ഒരു ആപ്പ് അല്ല ടിൻഡർ ഇസ് നോട്ട് ഫോർ ഷോസ്. അവിടെ കഴിവ് തെളിയിക്കാനല്ല, വേറെ പല കഴിവുകളും തെളിയിക്കാൻ പറ്റും. പക്ഷെ പാട്ടിൻ്റെ കഴിവ് തെളിയിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരു ഭീഷണിയുടെ സ്വരം വരുന്ന അവിടെ. എന്താണ് ഭീഷണി? തൻ്റെ ടിൻഡർ അക്കൗണ്ടിലെ കുൽസിതങ്ങൾ ഞാൻ എക്സ്പോസ് ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട്. സ്വാഭാവികമായിട്ടും അക്ബർ അവിടെ പേടിച്ചിരുന്നുവെങ്കിൽ, അയ്യോ അങ്ങനെ ചെയ്യല്ലേ, നിങ്ങൾ എന്നെ നാണം കെടുത്തരുതേ എന്നൊക്കെ പറഞ്ഞിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഫസ്മിൻ അവിടെ ഡിമാൻഡ് ചെയ്യാൻ പോകുന്നത് മറ്റൊരു കാര്യമായിരിക്കും. അതെന്താണെന്നറിയാമോ? ആ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരി ഞാൻ എക്സ്പോസ് ചെയ്യുന്നില്ല, പകരം നിങ്ങൾ എനിക്ക് ഇത്ര രൂപ തരൂ എന്നായിരിക്കും ഡിമാൻഡ് ചെയ്യാൻ പോകുന്നത്. എന്തേ, അതിന് പോസിബിലിറ്റി ഇല്ലേ? എൻ്റെ പൊന്നടാവേ, എൻ്റെ പൊന്നോ, എന്തൊക്കെ കേൾക്കണം. നിങ്ങളുടെയൊക്കെ ഒരു പേഴ്സ്പെക്റ്റീവ്. നിങ്ങൾക്കൊക്കെ അങ്ങിരുന്ന് ഇങ്ങനെ വന്നിരുന്ന് സംസാരിച്ച പേഴ്സ്പെക്റ്റീവ് പറയാം, നമുക്ക് പേഴ്സ്പെക്റ്റീവ് പറയാൻ പറ്റത്തില്ല. അതെന്നെ ന്യായമാണെന്ന് നോക്കിക്കോണേ. ഞാൻ ബ്ലാക്ക് മെയിൽ ചെയ്ത് ഡിമാൻഡ് ചെയ്ത്, ഇതെന്താ സിനിമയോ തട്ടിപ്പോ? ഞാൻ ഡിമാൻഡ് ചെയ്ത് പൈസ വാങ്ങുമെന്ന് വരെ ഇയാൾക്ക് പേഴ്സ്പെക്റ്റീവ് തോന്നി, കണിയാൻ അത് തോന്നി. അപ്പോൾ എനിക്കങ്ങ് ഒരാൾ ടിൻഡറിൽ സംസാരിച്ച് അത് ഡേറ്റിങ്ങിലോട്ട് പോകുന്ന എനിക്ക് കണിച്ചൂടെ? നിങ്ങൾക്ക് മാത്രം കണിക്കാൻ പറ്റത്തുള്ളൂ. അതെന്താണത്? നിയമം എല്ലാവർക്കും ഒന്നല്ലേ? അല്ലേ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പൈസ ഡിമാൻഡ് ചെയ്തെന്ന്, ഞാൻ എവിടെയാണ് കുട്ട പൈസ ഡിമാൻഡ് ചെയ്തത്? എനിക്ക് അയാൾ റിപ്ലൈ തന്നാലും തന്നില്ലെങ്കിലും ഇനി എന്തൊക്കെ ഭൂമി ഇടിഞ്ഞു വീഴുവാണെങ്കിലും ഞാൻ ആ വീഡിയോ ഇടുമായിരുന്നു. ഓക്കെ, ആസ് ലോങ് ആസ് ഹീ ഈസ് നോട്ട് സിംഗിൾ ഞാൻ ആ വീഡിയോ ചെയ്യുമായിരുന്നു. അതിൽ ഞാൻ ആരുടെയും പറഞ്ഞാൽ കൂടി പോകും. ബാക്കി കേൾക്കാം. ആ ചാറ്റ് എൻഡ് ചെയ്തതുകൊണ്ടാണ് ഇത് എക്സ്പോസ് ചെയ്യാൻ ഫസ്മിന തീരുമാനിച്ചത് എന്ന് കണിയാൻ പറയുന്നു. അടുത്ത ഇതാണ്, അക്ബർ റിപ്ലൈ അല്ലാത്തോണ്ട് ഞാൻ ഇതാക്കിയെന്ന്. അല്ലാണ്ട് അതിനകത്ത് ഒരു നന്മമരത്തിന്റെ യാതൊരു ഇമേജും ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇതെന്റെ വാദമാണ്, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. നിന്റെ വാദമായത് കൊള്ളാം, അല്ലാണ്ട് നിനക്ക് ഒറിജിനലി അങ്ങനെയാണ്, ഇതാണ് സത്യം എന്ന് നീ പറയാത്ത കൊള്ളാം. നിന്റെ വാദമായിട്ട് ഞാൻ ഒന്നും പറയുന്നില്ല, നീ വാദിച്ചു വരുന്നത്. അക്ബർ ബിജി ബോസ് എന്ന് ഫസ്മിന നമ്പർ സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഉള്ള ടൈം എടുത്തിട്ടുണ്ട്, മനസ്സിലായോ? ഇതൊരു ട്രാപ്പാണെന്ന് ഞാൻ പറയാൻ കാരണം അവിടെയാണ്. ഫസ്മിനെയാണ് ഈ ലേഡി എന്ന ലെവലിൽ ചാറ്റ് ചെയ്തത്. ഫസ്മിനയുടെ ഫേക്ക് അക്കൗണ്ട് ആയിരിക്കാം. ഇത്തരക്കാർക്ക് ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കാൻ വലിയ പാടൊന്നും. നിങ്ങൾ വാട്സപ്പ് എടുത്തിട്ട് ഒരാളുടെ നമ്പർ സേവ് ചെയ്യാൻ എത്ര ടൈം എടുക്കുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവൾക്ക് അയച്ച മെസ്സേജിൽ നമ്പർ കൊടുത്ത കണ്ടിട്ടാണ് ഞാൻ ആ നമ്പർ സേവ് ചെയ്തത്. വാട്സപ്പിൽ നമ്പർ സേവ് ചെയ്യാൻ ഒരു യുഗം എടുക്കുമോ? അല്ലെങ്കിൽ പുലർച്ചെ തൊട്ട് വൈകുന്നേരം വരെ ഇരിക്കണോ? അക്ബർ ബിജി ബോസ് എന്ന് സേവ് ചെയ്യാൻ എത്ര ടൈം എടുക്കും നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ? എനിക്ക് പഠിച്ചവൻ കൈയും കാലും ഒക്കെ തന്നിട്ടുണ്ട്. എനിക്ക് ടൈപ്പ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും പ്രയാസവും ഇല്ല കണിയാൻ. പെട്ടെന്ന് അത് ചെയ്യാൻ പറ്റി. പിന്നെ ഞാനാണ് എനിക്ക് ഫേക്ക് അക്കൗണ്ട് ഞാൻ എന്തിനാണ് ടിൻഡറിൽ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കുന്നത്? ഞാൻ എൻ്റെ സ്വന്തം ഐഡൻറ്റിറ്റിയിൽ പോയി ഉണ്ടാക്കി സംസാരിച്ചാൽ പോരെ ആരോടെങ്കിലും എനിക്ക് സംസാരിക്കണമെങ്കിൽ?
ഞാൻ ഇപ്പോൾ സിംഗിൾ അല്ലേ, എനിക്ക് അങ്ങനെ ചെയ്താൽ പോരെ. അല്ലാണ്ട് എനിക്ക് ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി ഞാൻ എന്തിനാണ് അക്ബറിന് മെസ്സേജ് അയക്കുന്നത്? ഞാൻ എന്താ ഹണി ട്രാപ്പിലോട്ടാണ് പോകുന്നത്. ബാക്കി കേൾക്കാം. ഡോൺ റിപ്പീറ്റ് എന്ന് പറയണമെങ്കിൽ അതിനിടയ്ക്ക് എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ടാവില്ലേ? ആ ചാറ്റ് അവിടെ എന്താണ് എന്ന് പറഞ്ഞിട്ടില്ല. മനസ്സിലായോ? ഈ അക്ബർ റിപ്ലൈ കൊടുത്തിട്ടുണ്ടാവാം, ഒന്നും റിപ്ലൈ കൊടുത്തിട്ടില്ലെന്നാണ് ഫസ്മിനെ പറയുന്നത്. പക്ഷേ ഇവിടെ എന്തോ ഒരു റിപ്ലൈ അക്ബർ കൊടുത്തു. അതുകൊണ്ടാണ് അവിടെ വെൽ ഡോൺ റിപ്പീറ്റ് എന്ന ഒരു വാക്ക് വന്നത്. അവിടെ എന്താണ് ഫസ്മിനെ ഉദ്ദേശിച്ചതെന്നും എന്താണ് അക്ബർ കൊടുത്ത റിപ്ലൈ എന്നും നമുക്കറിയില്ല. അത് അവിടെ ഡിലീറ്റ് ചെയ്തേക്കാണ്. ആ ഒരു പോയിന്റ് ഡിലീറ്റ് ചെയ്തതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇയാൾക്ക് ഫീൽ ചെയ്യുന്നു, ഇയാൾക്ക് തോന്നുന്നു, ഇയാൾക്ക് പലതും തോന്നുന്നുണ്ട്, എനിക്ക് മനസ്സിലായി. പക്ഷെ തോന്നാൻ പറ്റിയ മേഖലയല്ല ഇത്. താങ്കൾ ഇങ്ങനെ തോന്നുന്ന കാര്യങ്ങൾ വിളിച്ചു പോകരുത് കേട്ടോ. അങ്ങനെ ഒരു മെസ്സേജ് അക്ബറിൻ്റെ ഭാഗത്ത് നിന്ന് അക്ബർ റിപ്ലൈ തന്നിട്ടുണ്ടെങ്കിൽ ആ റിപ്ലൈ അക്ബർ ഇട്ടോട്ടെ. അങ്ങനെ റിപ്ലൈ ഞാൻ കണ്ടേ. ഞാൻ ഒരു മെസ്സേജും ഡിലീറ്റ് ചെയ്തിട്ടില്ല പൊന്ന് സുഹൃത്തെ. ഞാൻ ഉള്ള മെസ്സേജ് ഉള്ളതുപോലെ ഇട്ടേക്കുന്നത്. അല്ലാണ്ട് ആരുടെ മെസ്സേജ് ഞാൻ ഡിലീറ്റ് ചെയ്യാനും ഒരു തേങ്ങയ്ക്കും ഞാൻ പോയിട്ടില്ല. മനസ്സിലായോ? ബാക്കി കേൾക്കാം. വെളിച്ചം പോകുന്നതിന് മുന്നേ നമുക്ക് ഈ വീഡിയോ എടുത്ത് തീർക്കണം. ചാറ്റ് അക്ബർ കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ ഫസ്മിനെ ഡിമാൻഡ് ചെയ്യുമായിരുന്നു. എന്തെങ്കിലും ഒന്നുകിൽ ക്യാഷ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡിമാൻഡ് ചെയ്യുമായിരുന്നു. ഇത് എനിക്ക് തോന്നുന്ന കാര്യം. എല്ലാ സെന്റൻസ് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവൻ എനിക്കത് തോന്നുന്നു എന്നാൽ എനിക്ക് തോന്നുന്നു നീ ഒരു വലിയ ഭൂലോകം ഒരു നാറിയാന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. നീ സംസാരം കേട്ടിട്ട് നീ ഒരു നാറിയാന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ എന്ത് ഡിമാൻഡ് ചെയ്യുമായിരുന്നെന്ന് നീയൊക്കെ എന്തുവാടാ വിളിച്ചു പോകുന്നത്? നിനക്കൊക്കെ വെറുതെ ഇരുന്ന് കൊണയടിച്ച് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പോകാൻ പറ്റുന്നുണ്ടല്ലോ. എന്തായാലും ഫസ്മിനയുടെ ഇത്തരം ഉടായ്പകൾ ഇനിയും തുടരുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്ന് കണിയാൻ, എന്താ ഇവൻ്റെ പേരെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇവനെ ഈ വീഡിയോ കാണുമ്പോൾ തൊട്ട് എനിക്കിവനെ കണിയാൻ ആസ്ട്രോളജർ ആയിട്ടാണ് തോന്നുന്നത്. ഇങ്ങനെ വന്നിരുന്ന് ഇങ്ങനെ ഒരു കയ്യിൽ ഇങ്ങനെ ഇതും കൂടെ ഇട്ടിട്ട് ഇവിടെ ഒരു കുറിയും കൂടെ തൊടണം മോനെ നീ, എന്നിട്ട് കയ്യിൽ ഒരു മണിയും കൂടെ ഈ ലല്ലുവിന്റെ പേരും പറഞ്ഞിട്ട് ലല്ലുവിനെയും ഫസ്മിനെ ടിൻഡർ വഴിയാണ് പരിചയപ്പെട്ടതാണ് ഞാൻ കേട്ടത്. നീ കേട്ടു, തോന്നി, കണ്ടില്ല, പക്ഷെ എല്ലാത്തിൻ്റെ വളവിൽ കൂടെ നീ ഇങ്ങനെ പോകുന്നുണ്ട്. ഞാൻ ലല്ലുവിനെ ടിൻഡർ വഴി അല്ല പരിചയപ്പെട്ടത്. എവിടെയാണ് ഞാൻ ലല്ലുവിനെ ടിൻഡർ വഴി പരിചയപ്പെട്ടെന്ന് പറയുന്നത്? ഞാൻ ഈ കുൽസിത ആപ്പുകളിൽ ഇല്ല. ഞാൻ സിംഗിളായിരുന്ന ടൈമിലും ഞാനില്ല, അല്ലാത്ത ടൈമിലും ഞാനില്ല. ഓക്കെ, ഞാൻ ലല്ലുവിനെ എറണാകുളത്ത് വെച്ചിട്ടാണ് കണ്ടത്. അപ്പോൾ മോൻ കണിയാൻ ഇനി അടുത്ത വട്ടം പറയുമ്പോഴത്തേക്കും സൂക്ഷിച്ച് കണ്ട് സംസാരിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് പോകാം. ഒരു മഹാന്റെ റീൽസിലോട്ട് പോവാം. പറഞ്ഞു ഐ എക്സ്പോസ് പീപ്പിൾസ്. ഇയാളുടെ വീഡിയോ ഓക്കെ, ഞാൻ എക്സ്പോസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞത്, ഞാൻ ഉദ്ദേശിച്ചത് ഞാനിങ്ങനെ കുൽസിതങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ ഞാൻ എക്സ്പോസ് ചെയ്യുമെന്നാണ്. അല്ലാണ്ട് ഞാൻ എല്ലാ കാര്യവും എടുത്ത് എക്സ്പോസ് ചെയ്യും എന്നല്ല അതിൽ ഉദ്ദേശിച്ചത്. ഞാനൊരു എക്സ്പോസർ ആണെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. പോട്ടെ, ചേട്ടൻ്റെ ജോലി എന്താണെന്ന് നമുക്ക് കാണാം. ചേട്ടൻ്റെ അക്കൗണ്ട് ആട്ടോ ഞാനിവിടെ സ്ക്രീൻഷോട്ട് വെച്ചേക്കുന്നത്. ചേട്ടൻ എന്താണ് ഒരു ടാബൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ ആൾക്കാരുടെ മുഖമൊക്കെ വെച്ചിട്ട്? അത് ബാങ്കിൽ ജോലി ചെയ്യുന്നതോ അതോ കൂലിപ്പണിക്ക് പോകുന്നതാണോ? ടാബൊക്കെ ആയിട്ടാണ് കൂലിപ്പണിക്ക് പോകുന്നത്? ഇത് കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. അതായത് നേരത്തെയൊക്കെ നമ്മളൊരാൾ ചോദിക്കുകയാണ് എന്താ നിന്റെ ജോലി? ഞാൻ കൂലിപ്പണി ചെയ്യുന്നു, ഞാൻ ഇന്ന ഓഫീസിൽ ജോലി ചെയ്യുന്നു, ഞാൻ ബാങ്കിൽ ജോലി ചെയ്യുന്നു, ഞാൻ ജില്ലാ കളക്ടറാണ്, ഞാൻ IAS ആണ്, ഞാനൊരു വ്ളോഗറാണ്, ഞാനൊരു യൂട്യൂബറാണ്. ഇതുവരെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ എന്താ നിന്റെ ജോലി? ഐ എക്സ്പോസ് പീപ്പിൾസ്. എന്താ എക്സ്പ്രഷനൊക്കെ ഇടുന്നത്? എന്താ എക്സ്പ്രഷൻ? ഇയാളെന്താ ചെയ്യുന്നത്? ഇയാളൊരു 10,000 ആൾക്കാരെ അക്കൗണ്ടിൽ നിരത്തി പിടിച്ച് എക്സ്പോസിംഗ് ഒന്നും വിളിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ വന്നിരുന്ന് കൊണയടിക്കുന്നു, ഇങ്ങനെ വന്നിരുന്ന് പറയുന്നതിനാണ് വന്ന് പറയുന്നത്. ഞാൻ എന്താ വേറെ ജോലി ഉണ്ടായിരിക്കുമല്ലോ, വേറെ ജോലി ഉള്ളതുകൊണ്ടായിരിക്കും സൈഡിൽ കൂടി ഇത് കൊണ്ടുപോകുന്നതായിരിക്കും. അപ്പം അങ്ങനെ ചെയ്യുന്നതിന് പ്രശ്നമില്ല. അല്ലാണ്ട് ഇത് മാത്രം ചെയ്യുന്നത് പ്രശ്നമാണ്. നോട്ട് ദ പോയിന്റ്. നമ്മൾ ആൾക്കാരെ പറ്റി ഇരുന്ന് കുൽസിതം മാത്രം പറയരുത്. സൈഡിൽ കൂടെ നമ്മൾ വേറെ ജോലിയും ചെയ്യണം. അതുകൊണ്ട് എനിക്ക് സൈഡിൽ കൂടെ വേറെ ജോലിയുണ്ട് ചേട്ടാ. ഇത് മാത്രമല്ല എൻ്റെ ജോലി. ചേട്ടൻ പേടിക്കണ്ട കേട്ടോ. എൻ്റെ ജോലി അവിടെ ഒരുത്തനാണ്. ഞാൻ ദാണ്ട് അവൻ റെന്റിന് 21 കാറ് മേടിച്ചു. ദാണ്ട് അവൻ ഉടായ്പാണ്. ഞാൻ അവൻ്റെ കാര്യം പുട്ട് ഔട്ട് ചെയ്ത്, അവൻ ജർമ്മനിയിൽ പോയി ഞാൻ പുട്ട് ഔട്ട് ചെയ്ത്. വേർത്ത വന്നിട്ട് അവൻ ബാർ നടത്തുന്നു, കഞ്ചാവ് നടത്തുന്നു, കള്ള് നടത്തുന്നു. അത് ഞാൻ പുറത്തേക്ക് വിട്ടു. ഓക്കെ, ഇങ്ങനെ ആൾക്കാർ കാര്യങ്ങൾ സത്യം വിളിച്ചു പോകുന്നതുകൊണ്ടല്ലേ നിങ്ങൾക്കൊക്കെ കണ്ടന്റ് കിട്ടുന്നത്. ഇത് തന്നെയല്ലേ നിങ്ങളും എടുത്ത് കണ്ടന്റ് ആക്കുന്നത്. വലിയ മാന്യം കളിക്കല്ലേ? പർപ്പിൾ ഷർട്ടൊക്കെ ഇട്ട് വന്നിട്ട് അങ്ങ് എൻ്റെ പൊന്നു ചേട്ടാ. ചേട്ടൻ ഈ പറയുമ്പോൾ ചേട്ടൻ അത് പറയാനുള്ള യോഗ്യത ഉണ്ടോ എന്ന് ആദ്യം ചിന്തിച്ചിട്ട് വേണം സംസാരിക്കാൻ. ഒരു നോർമൽ ആൾ വന്ന് വീഡിയോ ഒന്നും ചെയ്യാത്ത ഒരാൾ വന്ന് ഇത് ചോദിച്ചാൽ പിന്നെയും എനിക്കൊരു ബഹുമാനം തോന്നും. ഇത് ചുമ്മാ വന്നിരുന്നൊരു ടാബും പിടിച്ചിരുന്നത് നിങ്ങളിത് കണ്ടോ, ഇവരിങ്ങനെ ചെയ്തു എന്ന് പറയുന്ന ആളോട് ഒക്കെ എന്ത് പറയാനാ നോക്കിക്കോണേ. എടാ, നിങ്ങൾ എക്സ്പോസ് ചെയ്യുമ്പോൾ വിത്ത് തെളിവ് എക്സ്പോസ് ചെയ്യും. ഒരു തെളിവില്ല, ചുമ്മാ ഞാൻ കുറെ അലിഗേഷൻ അങ്ങ് പറഞ്ഞു വിട്ടിട്ട് ഐ എക്സ്പോസ് പീപ്പിൾസ്. എന്താ അഭിമാനത്തോടെ പറയുന്നത് ഐ എക്സ്പോസ് പീപ്പിൾ? ഇതെന്താണ് ഈ നഖമൊക്കെ ഇട്ട് കാണിക്കുന്നത്? വയ്യേ വിട്ട് ഒന്നും ഇനി അധികം ഒന്നും അതിൽ പറയാനില്ല. അടുത്തതിലോട്ട് പോവാം. ഇങ്ങനത്തെ ആൾക്കാരെ എക്സ്പോസ് ചെയ്യാൻ താൻ ആരുവാ? സ്വന്തം ലൈഫ് കുട്ടിച്ചോറായി. അതിന്റെ കണ്ണുക്കടിയാണ് സത്യം പറഞ്ഞാൽ നിങ്ങൾക്കുള്ളത്. എനിക്ക് ഒരു കണ്ണുക്കടി ഇല്ല മോനെ. മോൻ എന്ത്
ശുദ്ധ തെണ്ടിത്തരമാണ്, ചെറ്റത്തരമാണ് വിളിച്ച് പറയുന്നത്. എന്നെ പറ്റി എന്താണ് പറയുന്നത്? എനിക്കൊരു കണ്ണിക്കടിയില്ല. ഐ എം റിയലി ബ്ലെസ്ഡ് വിത്ത് ദ ലൈഫ് ഐ ഹാവ് നൗ. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരു തടസ്സം ഇറങ്ങിപ്പോയാൽ അതെങ്ങനെ കണ്ണിക്കടിയാവും? അതിൽ സന്തോഷിക്കുമല്ലേ വേണ്ടേ? ഞാനൊരു ഭാരം ഇറക്കി വെച്ച പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതിലെനിക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നില്ല. അപ്പോൾ പിന്നെയും ഇങ്ങനെ ആൾക്കാർക്ക് ഇങ്ങനെ ഒരു പെർസ്പെക്റ്റീവുള്ള ചില തെണ്ടികൾ നാറികളുണ്ട്. എൻ്റെ പെർസ്പെക്റ്റീവായിട്ട് ഒരു മാച്ചും ഇല്ല. ഓക്കെ, ഞാൻ ഇങ്ങനെയുള്ള ആൾക്കാരെ എക്സ്പോസ് ചെയ്യുന്നത് എൻ്റെ ജീവിതം കുളമായതുകൊണ്ട് അല്ല. എനിക്ക് ആരുടെയും ജീവിതം കുളമാക്കാൻ താല്പര്യമില്ല. എനിക്കറിയുന്ന ഒരു കാര്യം ഞാൻ സംസാരിക്കാണ്ടിരുന്നാൽ എനിക്ക് ഗിൽറ്റ് ഫീലിംഗ് അടിക്കും. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അല്ലാണ്ട് എനിക്ക് ആരുടെ ജീവിതവും കുളമാക്കണമെന്ന് ഒരു 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 ഉദ്ദേശമില്ല. ഒന്നേ പറയാനുള്ളൂ, എക്സ്പോസ് ചെയ്തു, പക്ഷെ എന്തെങ്കിലും കാര്യമുള്ള കാര്യത്തിനാണെങ്കിൽ വളരെ നല്ലത്. അല്ലാതെ ഇമാതിരി ചില്ല് കേസും കൊണ്ട് എക്സ്പോസ് ചെയ്ത് ഒരാളെ ലൈഫ് കുട്ടിച്ചോറാൻ നിൽക്കരുത്. കണ്ണൂർ ബടിയോ കണ്ണൂർ പട്ടിന്ന് വേണം നിൻ്റെ പേരിടേണ്ടത്. അപ്പം ഒരാളുടെ ഇത് ജീവിതം കുട്ടിച്ചോറാക്കരുതെന്ന്. അതായത് നിങ്ങളിപ്പോൾ ഒരു കുൽസിതം കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം കണ്ടുപിടിച്ചാലും നിങ്ങൾ പറയുന്നത് അത് ആൾക്കാരെ അറിയിക്കരുത്, സമൂഹത്തെ അറിയിക്കരുത്, അവരുടെ ജീവിതം കുളമാക്കരുത്, നമ്മൾ ആ കുൽസിതം കണ്ണടച്ച് ആ വഴി കൂടെ വിടണം എന്നാണോ? എനിക്കങ്ങനെ വിടാൻ പറ്റത്തില്ല. അതുവഴി ജീവിതം അങ്ങനെ കുട്ടിച്ചോറാവുകയാണെങ്കിൽ അത് ഞാനങ്ങ് സഹിച്ച്. ഇപ്പം എൻ്റെ ജീവിതം എനിക്ക് മെസ്സേജ് അയച്ച പല പെൺകുട്ടികളും യുവർ ഹസ്ബൻഡ് ഇസ് ചീറ്റിംഗ് ഓൺ യു അങ്ങനെ പല സ്ക്രീൻഷോട്ടും ചാറ്റും ഒക്കെ വന്നപ്പോഴത്തേക്കും ഞാൻ അവരോട് തിരിച്ചു ചോദിക്കാം, മക്കളെ നിങ്ങൾ എന്തിനാണ് എനിക്കിത് അയച്ചു തരുന്നത്? എൻ്റെ ജീവിതം നിങ്ങൾ കുളമാക്കിയില്ലെന്ന് ചോദിച്ചാൽ അവർ ആലോചിക്കത്തില്ല ഞാൻ എന്താ വല്ല പൊട്ടിയാണോ എന്ന്. സ്വന്തം ഭർത്താവ് ചെയ്ത തെണ്ടിത്തരങ്ങൾ വിളിച്ചു പോകുമ്പോഴത്തേക്കും അത് ഞാൻ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ അതും ഇതും കമ്പയർ ചെയ്യൊന്നുമല്ല. ബട്ട് ഐ ക്യാൻ നെവർ അപ്രൂവ് ഓഫ് എ പേഴ്സൺ ബീങ് ഓൺ ടിൻഡർ. ദാറ്റ് സെഡ് ഇറ്റ്സ് ഡൺ. ഓക്കെ, ഇനി ഇഷ്ടംപോലെ വീഡിയോ ചെയ്ത ആൾക്കാരുണ്ട്. പക്ഷേ മെയിനായിട്ട് എനിക്ക് ക്ലാരിഫിക്കേഷൻ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ചെയ്തതേ ഉള്ളൂ. അല്ലാണ്ട് വേറെ ഒന്നും വിചാരിക്കണ്ട. അപ്പം എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. മേരി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. വരും വീഡിയോയിൽ നമുക്ക് വേറെ ചില വിശേഷങ്ങളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ടാറ്റ.